നമസ്കാരം. മനസ്സ് നന്നാവട്ടെ. പുസ്തകത്തിലൂടെ വളരാത്തവർ വെറും മൃഗമാണ് എന്ന് എഴുതിക്കൊണ്ട് വായനയുടെ മഹത്വം ഷേക്സ്പിയർ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ വായനാ ദിനത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അത് ഈ ലോകത്തിൽ നമ്മുടേത് മാത്രമായ ഒരു ലോകം സൃഷ്ടിക്കാൻ വായനയ്ക്ക് സാധിക്കും. നിങ്ങൾ ജയിലിലാണെങ്കിലും പുസ്തകം കയ്യിലുണ്ടെങ്കിൽ ജയിലല്ല എന്ന് ഗാന്ധിജിയുടെ അനുഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഭാവനയുടെ ആൾത്തറയിലിരുന്ന് വായനയുടെ ലോകത്തേക്ക് നാം കടക്കുമ്പോൾ അവിടെ നളിനിയും ഒഥല്ലോയും നജീബും എല്ലാം നമ്മുടെ സുഹൃത്തുക്കളായി തീരും. വായിച്ചു വായിച്ചാണ് അലക്സാണ്ടർ ചക്രവർത്തി പോലും 33 വയസ്സിനകം മുക്കാൽ പങ്ക് ലോകത്തെയും കീഴടക്കിയത്. മോഹൻദാസിൽ നിന്ന് ഗാന്ധിജിയിലേക്ക് എത്തിച്ചതും വായന തന്നെയാണ്. വായന വളർച്ചയുടെയും ഉയർച്ചയുടെയും ലോകമാണ്. പുസ്തകങ്ങൾ അവ ചിന്തയുടെ നിറകുടങ്ങളാണ്. വായനയ്ക്ക് പ്രായമില്ല, മരണവുമില്ല. അറിഞ്ഞതിലേറെ അറിയാനും അനുഭവിച്ചതിലേറെ അനുഭവിക്കാനും വായന നമ്മെ സഹായിക്കുന്നു. വായനാ ദിനം മറ്റൊരു സ്വാതന്ത്ര്യ ദിനമാണല്ലോ. കേരള ജനതയെ അക്ഷരങ്ങളുടെയും വായനയുടെയും ലോകത്തേക്ക് കൈപ്പിടിച്ചുയർത്തി വായനയിൽ വസന്തം വിരിയിച്ച PN പണിക്കർ മറ്റൊരു സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏവർക്കും സ്വാഗതം ചെയ്യുന്നതിനായി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട NSS പ്രോഗ്രാം ഓഫീസർ ബഹുമാനപ്പെട്ട ശ്രീജിത്ത് ബോയ്സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട പനമ്പള്ളി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോജോമോൻ സാർ, ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥിയായിട്ടുള്ള N പ്രദീപ് കുമാർ സാർ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ NSS വോളണ്ടിയേഴ്സ്. ഞാൻ പഠിച്ചതെല്ലാം കൊല്ലം ജില്ലയിലാണ്, വളർന്നതെല്ലാം കൊല്ലത്താണ്. പടിഞ്ഞാറേക്കല്ലട എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ശാസ്താംകോട്ട തടാകമല്ല നിങ്ങൾക്കറിയായിരിക്കും. ശാസ്താംകോട്ടയുടെ തൊട്ട് ചേർന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഈ പടിഞ്ഞാറേക്കല്ലിൻ്റെ ഒരു ചെറിയൊരു ലൈബ്രറിയൻ ഉണ്ടായിരുന്നു. ചെറിയൊരു ലൈബ്രറിയൻ, ഒരു 10-200 പുസ്തകങ്ങൾ മാത്രമുള്ള ഒരു വീടിനോട് ചേർന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻട്രസ്റ്റിൽ നടത്തിക്കൊണ്ടിരുന്നത്. ചെറിയ രീതിയിലുള്ള എമൗണ്ടൊക്കെ ആയിരുന്നു അന്ന് വാങ്ങിച്ചിരുന്നത്. 5 രൂപ 10 രൂപയൊക്കെ ആയിരുന്നു ആ ജോയിൻ ചെയ്യുന്നതിനുള്ള ഫീസൊക്കെ ആയിട്ട് വാങ്ങിച്ചിരുന്നത്. പക്ഷെ ഇദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയുണ്ട്. ധാരാളമായിട്ട് വായിക്കുമായിരുന്നു. നല്ല പുസ്തകങ്ങൾ ധാരാളമായിട്ട് വായിക്കുമായിരുന്നു. അപ്പം ഞാനൊരു 5ലും 6ലും പഠിക്കുന്ന അവസരത്തിൽ ഞാൻ അവിടെ ഒരു മെമ്പർഷിപ്പ് എടുത്തിരുന്നു. ഇന്നത്തെ പോലെ TV ചാനലുകളോ ഒന്നും ആ ഒരു സമയത്തില്ല. TV ചാനലില്ല, കമ്പ്യൂട്ടറില്ല, നെറ്റില്ല, ഇങ്ങനെ ഇതൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ്. അപ്പം നമ്മൾക്കുള്ള ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത് ഒന്ന് സൈക്കിൾ നല്ലപോലെ ഓടിക്കുക എന്നുള്ളതും പിന്നെ ഈ ശാസ്താംകോട്ട തടാകത്തിൽ ചെന്ന് 1.5-2 മണിക്കൂർ നീന്തുക എന്നുള്ളതാണ്. ഇതിലും വലിയ ഒരു എക്സസൈസ് ജീവിതത്തിൽ കിട്ടാനില്ല എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാര്യം നീന്തുക എന്ന് പറയുന്നതും സൈക്കിൾ ഓടിക്കുക എന്ന് പറയുന്നതും ഇന്നൊക്കെ നമ്മൾ സൈക്കിൾ ചവിട്ടിയിട്ട് പോലുമില്ല. അപ്പോൾ ഈ ലൈബ്രറിയിൽ ഞാൻ 6ാം ക്ലാസ്സിൽ ചെല്ലുമ്പോഴാണ് ഞാൻ അതിനകത്ത് ജോയിൻ ചെയ്യുന്നത്. ജോയിൻ ചെയ്തതിന് ശേഷം എനിക്ക് അന്ന് ആദ്യം വായിക്കാൻ തന്ന പുസ്തകങ്ങളെല്ലാം ചെറിയ കുട്ടി കഥകളാണ്. ഹിതോപദേശ കഥകൾ, ജാതക കഥകൾ, പിന്നീട് നമ്മളുടെ ബീർബൽ കഥകൾ, തെന്നാലി രാമൻ കഥകൾ. കാര്യം 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇതിൽ കൂടുതൽ വലിയൊരു സാധനം തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, വായനയും അടുത്തേ പോകാം. അപ്പോൾ ചെറിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചെറിയ സ്റ്റോറി ടെല്ലിംഗ് ബുക്കുകളാണ് ആദ്യം തന്നത്. പിന്നീട് നമ്മളൊരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ആയപ്പോഴത്തേക്ക് ഒരു വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കുറേ പുസ്തകങ്ങൾ, ഇപ്പം പാത്തുമ്മയുടെ ആട്, ബാല്യകാല സഖി, ഇങ്ങനെയുള്ള ആ നിലവാരത്തിലേക്ക് വരുന്നത്. കുറച്ച് പ്രീ ഡിഗ്രി ഒരു സെക്കൻഡ് ഇയർ ഡിഗ്രിയുടെ ഒരു സ്റ്റാർട്ടിംഗ് ഒക്കെ ആയപ്പോഴത്തേക്കും വീണ്ടും ആ പുസ്തകങ്ങളുടെ കാര്യങ്ങൾ മാറി. പിന്നെ അപ്പോഴത്തേക്കും മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ വായിച്ചു തുടങ്ങുന്നു, അഗ്നിസാക്ഷി വായിച്ചു തുടങ്ങുന്നു. ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ ഓരോ കുട്ടികൾക്കും അന്ന് അവിടെ അംഗങ്ങളായിട്ടുള്ളവർക്കെല്ലാം അവരുടെ രുചി അനുസരിച്ച് അവരുടെ പ്രായമനുസരിച്ച് വിഭവങ്ങൾ തരുന്നതിന് ഇദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ വായിക്കാൻ തുടങ്ങുന്ന ഒരാൾക്ക് ആദ്യമേ എടുത്ത് OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വ്യക്തി വായന നിർത്തിയിട്ട് പോകാം. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വായന കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനോട് താല്പര്യം ജനിപ്പിക്കാൻ ഉതകുന്ന പുസ്തകങ്ങൾ കൊടുക്കണം. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് വായനയെ വളർത്തുന്നതിന് ഈ ലൈബ്രറിയും വളരെയധികം സഹായിച്ചിട്ടുണ്ട്, വളരെയധികം. പിന്നീട് നമ്മൾ പല പുസ്തകങ്ങൾ, ഇപ്പോൾ ഗബ്രിയേല മാർസിൻ്റെ 100 Years of Solitude അല്ലെങ്കിൽ ലവ് ഇൻ കോളറയോ ഒക്കെ വായിക്കുമ്പോൾ നമ്മൾക്ക് അതിനകത്ത് വളരെയായിട്ട് ആ പിക്ചറൈസേഷൻ ഉൾപ്പെടെ കാണാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെ ആദ്യം നൽകിക്കഴിഞ്ഞാലുള്ള പ്രശ്നം നമുക്ക് വായനയിൽ നിന്ന് ഒരു വിരസത വരാൻ ചിലപ്പോൾ. അപ്പം ഇങ്ങനെ ഓരോ നാട്ടിൻപുറങ്ങളിലും ഓരോ ലൈബ്രറിയന്മാരുണ്ടായിരുന്നെങ്കിൽ നമ്മളുടെ നാട് എന്ത് മനോഹരമാകുമെന്ന് പിന്നീട് പലപ്പോഴും സ്വപ്നം കണ്ടിട്ടുണ്ട്. ഇതേപോലെ
അപ്പൊ PN പണിക്കർ എന്ന് പറയുന്ന വ്യക്തിയും ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ, ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ആചാര്യനായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. LP സ്കൂളിലാണ് അധ്യാപകനായിട്ടാണ് ജീവിതം ആരംഭിക്കുന്നത്. പിന്നീട് ഒരു സനാതനധർമ്മം എന്ന് പറയുന്ന ഒരു വായനശാല ആലപ്പുഴയിൽ സ്വന്തം ഗ്രാമത്തിൽ സ്ഥാപിക്കുകയും അവിടെ നിന്ന് ഗ്രന്ഥശാലകളെല്ലാം കൂട്ടിയോജിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയും ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുകയും 1977 വരെ അതിൻ്റെ പ്രസിഡന്റായിട്ട് നിലകൊള്ളുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ്. 77 ആകുമ്പോഴത്തേക്ക് സർക്കാർ പിന്നെ ഈ പ്രസ്ഥാനത്തെ, ഗ്രന്ഥശാല സംഘം എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ സർക്കാർ ഏറ്റെടുക്കുകയും സർക്കാരിന്റെ മേൽനോട്ടത്തിൽ കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. ഇദ്ദേഹം ഈ ഗ്രന്ഥശാലകളെല്ലാം യോജിപ്പിക്കുകയും അവയ്ക്കെല്ലാം വ്യക്തമായിട്ട് ഒരു നിയമാവലിയും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കുന്നതിലെല്ലാം സഹായിക്കുന്നുണ്ട്. കേരള ഗവൺമെന്റ് ഗ്രന്ഥശാല ആക്ട് പിന്നീട് പാസ്സാക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ 1995 ജൂൺ 19 ഇദ്ദേഹം മരിക്കുന്നത്. തൊട്ടടുത്ത വർഷം തൊട്ടാണ് നമ്മൾ വായനാ ദിനം, ചരമദിനത്തിലാണ് നമ്മൾ വായനാ ദിനമായിട്ട് ആഘോഷിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു മുതൽക്കൂട്ട് എന്ന് പറഞ്ഞാൽ ഓരോ നാടുകളിലും ഓരോ ഗ്രന്ഥശാലകൾ കൊണ്ടുവന്നു അതിലൂടെ വളരെയധികം വായിക്കാനുള്ള ഒരു പ്രചോദനം നൽകി എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് കാണുന്ന പല അക്രമങ്ങൾക്കും, അതാണ്ട് 2 ദിവസം മുമ്പ് പത്രത്തിൽ വന്ന വാർത്ത, ഒരു വിവാഹം നിരസിച്ച ഒരു പെൺകുട്ടിയെ കുത്തിക്കൊന്നു എന്നുള്ളതാണ്. അവരുടെ അച്ഛന്റെ കടയ്ക്ക് തീ വെച്ചിട്ട് കുത്തിക്കൊന്നു എന്നുള്ളതാണ്. നമ്മളെല്ലാം പ്രണയിച്ചിട്ടുണ്ട്, നമ്മൾക്കാരും കൊല്ലണമെന്നൊരിക്കലും തോന്നിയിട്ടില്ല. ആ പ്രണയത്തിൽ കണ്ണീരണിഞ്ഞിട്ടുണ്ട്, മുറിവ് പറ്റിയിട്ടുണ്ട്, പലപ്പോഴും ആ ഒരു മുറിവുകൾ ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. ഇതെല്ലാം നമ്മൾക്കെല്ലാം സംഭവിക്കുന്നതാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും ആരെയും കൊല്ലണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു തലമുറ അങ്ങനെല്ലാം വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അവർ ഈ പുസ്തകങ്ങളിൽ കൂടെ ബാല്യകാല സഖി വായിക്കുമ്പോൾ നമ്മൾ സുഹറയും മജീദിനെയും പ്രണയിക്കുന്നുണ്ട്, അവരെ ഇഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ പ്രണയത്തിന്റെ നഷ്ടത്തിൽ നമ്മൾക്ക് കരച്ചിൽ വരുന്നുണ്ട്, നമ്മൾക്കും ഉള്ളിൽ മുറിവേൽക്കുന്നുണ്ട്. ഇങ്ങനെ പല സാഹചര്യങ്ങൾ കൂടെ പല വ്യക്തിത്വം, മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലും അതിലെ നായകനും നായികയും അവസാനം ഒന്നിക്കുന്നതും അവരുടെ ദുരന്തമാകുന്നതും എല്ലാം നമ്മളും വായിച്ച് കണ്ണീരണിയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിനകത്ത് നായികയെ കൊല്ലണമെന്നാരും ആഗ്രഹിക്കുന്നില്ല, കൊല്ലണമെന്നല്ല പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള കുറേ സംഭവങ്ങൾ കുട്ടികളിൽ, ഇപ്പോഴത്തെ യുവതലമുറയിൽ ആവശ്യമില്ലാത്ത കുറേ കൺസെപ്റ്റുകൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അതായിരിക്കാം ഒരു മൂല്യബോധം ഉണ്ടാക്കുന്നതിന് പുസ്തകങ്ങളെക്കാട്ടി ഉപരി മറ്റൊരു കാര്യമില്ല. എനിക്ക് തോന്നുന്നു അതായിരിക്കാം ഇങ്ങനെ വീണ്ടും ഈ ഇന്നത്തെ യുവതലമുറ ഇങ്ങനെയുള്ള രീതിയിലേക്ക് മാറിപ്പോകുന്നതിനൊരു കാരണമായിട്ട് തോന്നുന്നത്. അപ്പം നല്ല പുസ്തകങ്ങൾ നല്ല കൂട്ടുകാരാണ്, നല്ല രക്ഷിതാക്കളാണ്, നല്ല ഗുരുക്കന്മാരാണ് എന്നൊരു കാഴ്ചപ്പാടുണ്ടാക്കുകയും പുസ്തകങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുകയുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ വിഷയങ്ങളെപ്പറ്റി വിശദമായി പറയുന്നതിനായിട്ട് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് ഏറ്റവും പ്രഗത്ഭനായ ഒരു വ്യക്തിത്വത്തെയാണ് N. പ്രദീപ് കുമാർ സാറാണ്. ഞാൻ സാറിനോട് വിളിച്ച് ഈ കാര്യം പറയുമ്പോൾ തന്നെ സാറ് വളരെ പെട്ടെന്ന് തന്നെ ഓക്കെ പറയുകയാണ്. സാറ് വലിയ വിഷമങ്ങളൊന്നും പറഞ്ഞില്ല, ഞാൻ നിങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ എത്തിയാണ്. പട്ടാമ്പി സ്വദേശിയാണ്. കഴിഞ്ഞ ആഴ്ചത്തെ മലയാളം ആഴ്ചപ്പതിപ്പിൽ പുരോഗമന പാതകൾ എന്ന ഒരു കഥ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായൊരു കഥയാണ്. ഇപ്പോൾ പ്രദീപ് സാറ് നമ്മളെപ്പറ്റി കഥകൾ എഴുതുന്ന കാര്യങ്ങളെപ്പറ്റി, കഥകൾ ഉണ്ടായ സാഹചര്യങ്ങളെപ്പറ്റി, അദ്ദേഹം വായിച്ച പുസ്തകങ്ങളെപ്പറ്റി എല്ലാമാണ് നമ്മളോട് സംസാരിക്കാൻ ഇന്ന് നമ്മളോടൊപ്പം ചേർന്നിട്ടുള്ളത്. ഞാൻ പനമ്പള്ളി കോളേജ് NS യൂണിറ്റിൻ്റെ പേരിൽ സാറിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ അധ്യക്ഷനായിട്ടുള്ള ജോജോമോൻ സാറിനെയും, സാർ വളരെ തിരക്കിലാണ്, ഒരു യാത്രയിലാണ് എന്നാണ് സാർ പറഞ്ഞത്. സാറിനെയും ഞാൻ സ്നേഹത്തോടെ തന്നെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഓരോരുത്തരെയും, ശില്പ ജോസിനെ, മരിയ സിബിയെ, നന്ദി പറയാൻ പോകുന്ന ഗീതു ഗോപിയെ, ഓരോരുത്തരെയും ഞാൻ NSS യൂണിറ്റിൻ്റെ പേരിൽ സ്വാഗതം പറയുകയാണ്. ഓക്കെ, താങ്ക് യു. മനസ്സ് നന്നാകട്ടെ. താങ്ക് യു സർ. അധ്യക്ഷ പ്രസംഗത്തിനായി പനമ്പള്ളി കോളേജ് പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ഡോക്ടർ ജോജോമോൻ സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഇന്നത്തെ വിശിഷ്ട അതിഥി പ്രദീപ് കുമാർ സാറ്, സ്നേഹം നിറഞ്ഞ നാഷണൽ സർവീസ് സ്കീമിന്റെ നമ്മുടെ കോളേജിലെ അമരക്കാര് ശ്രീജിത്ത്, ഡോക്ടർ ഷാർജ, ബഹുമാന സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളും, വെറൈറ്റി ആയിട്ടുള്ള വളരെയധികം പ്രോഗ്രാമുകൾ കൊണ്ട് വളരെ ധന്യമായിട്ടാണ് ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ പോകുന്നത്. എനിക്ക് തോന്നുന്നത് ഇതിപ്പോ എത്രയോ ഓൺലൈൻ സെമിനാർ, വെബിനാറുകളും കാര്യങ്ങളൊക്കെ തന്നെ ലോക പരിസ്ഥിതി ദിനമായിട്ട് ബന്ധപ്പെട്ടും വളരെ എക്കോ പ്രിസർവേഷനെ കുറിച്ച് വളരെയധികം സെമിനാറുകളും കാര്യങ്ങളൊക്കെ ഇതിനിടയ്ക്ക് നമ്മൾ ഇതിനോടൊപ്പം സംഘടിപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് ഈ ലോക വായനാ ദിനത്തില് വളരെ അപ്രോപ്രിയേറ്റ് ഉള്ള ഒരു വിഷയത്തെ കുറിച്ച് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ സെമിനാർ നടക്കുന്നത്.
വളരെ നല്ലൊരു റിസോഴ്സ് പേഴ്സണെയാണ് സംസാരിക്കാനായിട്ട് കിട്ടിയിരിക്കുന്നത്. വളരെ മനോഹരമായ അർത്ഥഗർഭമായ ഒരു സ്വാഗത പ്രസംഗമാണ് നമ്മുടെ നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രോഗ്രാം ഓഫീസർ ശ്രീജിത്ത് സാർ നമുക്ക് ഓരോരുത്തർക്ക് തന്നിരിക്കുന്നത്. വായനയുടെ അർത്ഥ തലങ്ങളൊക്കെ തന്നെ വളരെയധികം മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോരുന്നത്. പണ്ടൊക്കെ വായന എന്ന് പറഞ്ഞാൽ മനസ്സിൽ പെട്ടെന്ന് വരിക ബുക്കുകളോ വരികൾ തന്നെ വളരെ കുറവ്, മാഗസിൻസും വളരെ കുറവ്, ന്യൂസ് പേപ്പറുകളും പുസ്തകങ്ങളൊക്കെ തന്നെയാണ് അന്നത്തെ കാലത്തിൽ വായനയുടെ ഉപാധി എന്ന് പറയുന്ന മറകൾ. ഗ്രന്ഥശാലകളിൽ ലൈബ്രറികളിൽ ചെന്നിരിക്കുക, ദീർഘനേരം ഇരുന്ന് വായിക്കുക, അത് ബുക്കുകൾ മാറി മാറി വായിക്കുക, അതോടെ ഒരുപാട് ഞാൻ പറയുന്നത് കേൾക്കാവോ? ഓക്കെ. അങ്ങനെ ലൈബ്രറികളിലൊക്കെ മണിക്കൂറുകൾ നീണ്ട് രാവിലെയൊക്കെ ചെന്നിരുന്ന് ഉച്ചഭക്ഷണം പോലും വേണ്ടാന്ന് വെച്ചിരുന്ന് വായിക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന കാലത്താണെങ്കിലും ലൈബ്രറികളിലൊക്കെ ഓരോ ബുക്കുകൾ മാറി മാറിയൊക്കെ വായിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇന്നിപ്പോ അതിന്റെയൊക്കെ അർത്ഥ തലങ്ങൾ, അപ്പൊ അതിന് വായനയേക്കാൾ ഉപരി മറ്റൊരുപാട് സ്വാധീന ഉപലയങ്ങളും അതിനെ ചുറ്റിപ്പറ്റി വരുന്നുണ്ട്. ഇന്ന് ഒരുപാട് ആൾക്കാര് സ്വയം തന്നിലേക്ക് തന്നെ ചുരുങ്ങി വായന എന്ന് പറഞ്ഞാൽ മൊബൈല് നോക്കിയിരിക്കുക എന്നുള്ള രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കോളേജിലെ ലൈബ്രറിയുടെ അതിനകത്ത് എത്ര കുട്ടികൾ അതിനകത്ത് വരെയും പോയി എന്നൊക്കെ അവിടെ രജിസ്റ്ററിൽ എഴുതി വെക്കുന്നുണ്ട്. അപ്പൊ നോക്കുമ്പോൾ നമ്മുടെ മൊത്തം പിള്ളേരൊരു 10% പോലും നമ്മുടെ ലൈബ്രറിയിൽ 10,000 കണക്കിന് 40,000 50,000 പുസ്തകങ്ങൾ നമ്മുടെ ലൈബ്രറിയിൽ ഇരിക്കുന്നുണ്ട്. ലിറ്റററി വർക്ക് ആണെങ്കിലും ഏത് തരത്തിലുള്ള വർക്ക് ആണെങ്കിലും വളരെ മനോഹരമായ നല്ല ലൈബ്രറി നമ്മുടെ പനമ്പള്ളി കോളേജ് ലൈബ്രറി എന്ന് പറയുന്നത്. എല്ലാ സമയത്തും ബുക്കുകൾ വാങ്ങുന്ന സമയത്ത് നമ്മൾ എല്ലാ തരത്തിലുള്ള ബുക്കുകൾ, മോറൽസ്, വാല്യൂസ്, ദെൻ നമ്മുടെ ചരിത്രപരമായ ബുക്കുകൾ, ഇതിഹാസപരമായ ബുക്കുകൾ, ലോകത്തെ ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ ഇതൊക്കെ നമ്മുടെ ലൈബ്രറിയിൽ സമൃദ്ധമായിട്ടുണ്ട്. ഈ സാധനം ഒരുപാട് വാല്യൂസും ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുമുണ്ട്. നമ്മളൊരു ലൈബ്രറിയുടെ രജിസ്റ്റർ നോക്കുമ്പോ എത്ര ശതമാനം കുട്ടികളത് ഉപയോഗിക്കുന്നുണ്ടെന്ന് ചോദിച്ചാല് മൊത്തം ഉള്ളതിന്റെ 10% ഉണ്ടെങ്കിൽ നമുക്ക് കോട്ടയം ആയിരിക്കാം. നമ്മളിപ്പോ 1000 പിള്ളേരുണ്ട്, 100 പിള്ളേരെങ്കിലും അത് കയറി ഇറങ്ങി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കൊള്ളാതെയായിരിക്കാം. പക്ഷെ വളരെ ചുരുക്കം പിള്ളേരാണ് ആ ലൈബ്രറിയിൽ കയറി ഇറങ്ങി പോരുന്നത്. പിന്നെ അവർ വായിക്കുന്ന പുസ്തകങ്ങൾ നോക്കിയാൽ ഇപ്പൊ നമ്മൾ ആ ന്യൂസ് പേപ്പർ നോക്കി പോകുന്ന പിള്ളേരാണെങ്കിൽ വരുന്നതിൽ ബഹുഭൂരിപക്ഷം അവിടുന്ന് എടുത്തുകൊണ്ട് പോവുകയും വായിക്കുകയും തിരിച്ചു തരികയും ബുക്കിന്റെ റെക്കറൻസ് നമ്മൾ നോക്കാന്നുണ്ടെങ്കിൽ വളരെ ചെറിയ പെർസെന്റേജ് നമുക്ക് കാണാനുള്ളത്. അതവര് 2 ബുക്ക് അങ്ങനെ എടുത്ത് വീട്ടിൽ കൊണ്ട് വെച്ചത് അവിടെ ഇരുന്നു. പിന്നെ അത് ഫൈൻ വരും എന്ന് പറയുമ്പോഴാണ് തിരിച്ചു കൊണ്ട് കൊടുക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്. അത് വിട്ട് പനമ്പള്ളി കോളേജിൽ പഠിക്കുന്നതെന്ന് പറയുമ്പോൾ 10,000, 40,000, 50,000 ബുക്കുകളുടെ വലിയൊരു കളക്ഷൻ ഉള്ള ഒരു ട്രഷർ എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരു സാധനമാണ് അത്. എത്രയോ പേര് അനുഭവ കഥകള്, എത്രയോ പേര് ജീവിത കഥകള്, എത്രയോ പേര് പഠന റിപ്പോർട്ടുകള്, എത്രയോ മോറൽസും വാല്യൂസും പാരബിൾസും ഫേബിൾസും ഒക്കെ അടങ്ങുന്ന എല്ലാ തരത്തിലുള്ള ബുക്കുകളുള്ളത്. സർവ്വവിജ്ഞാനകോശവും എൻസൈക്ലോപീഡിയയും ഒക്കെ നമ്മളവിടെ ഉണ്ട്. ഒരിക്കലെങ്കിലും ഈ എൻസൈക്ലോപീഡിയ കൈകൊണ്ടൊന്ന് തൊടണമെന്ന് എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? നമ്മുടെ ലൈബ്രറിയുടെ ഉള്ളില് റാക്കിൽ ഇങ്ങനെ 10-26 വോളിയം ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ടുണ്ട്. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക അമേരിക്കാന കുഞ്ഞൊക്കെ എഴുതി 1, 2, 3, 4 ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ അത് ഇപ്പോൾ നമ്മൾ പനമ്പള്ളി കോളേജിൽ നിന്ന് കോഴ്സ് കഴിഞ്ഞ് പോണേക്കാൻ മുൻപ് ഒരിക്കലെങ്കിലും അല്ലെ ഏതെങ്കിലും ഒരു വോളിയം ലൈബ്രറിയോട് പറഞ്ഞൊന്ന് എടുക്കണം. എടുത്ത് അതൊന്ന് മറിച്ച് നോക്കണം. മറിച്ച് നോക്കി അതിന്റെ എന്താ പറഞ്ഞിരിക്കുന്നത്, എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, ആരെങ്കിലും ചോദിച്ചാൽ പറയാനെങ്കിലും നമ്മൾ എൻസൈക്ലോപീഡിയ കയ്യിലെടുക്കണം. സർവ്വവിജ്ഞാനകോശം എന്ന് പറയുന്നത് ഇതുപോലത്തെ വലിയൊരു വോളിയം ബുക്കുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. ചുമ്മാ ഒന്ന് മറിച്ച് നോക്കണം. ഏറെ മനോഹരമായി നമ്മളൊരു കൗതുക അതിനകത്ത് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഏറെ മനോഹരമായ അറിവിന്റെ നാനാ തലത്തിലുള്ള കാര്യം ചേരുന്നത്. അത് നമ്മൾ വായിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഒരു താല്പര്യം വരുള്ളൂ. അപ്പൊ ഞാനിത്ര ഉദാഹരണം, ഞാൻ പഠിക്കുന്ന സമയത്ത് കാലടി ശ്രീശങ്കര കോളേജിൽ ഞാൻ പഠിക്കുന്നത്. അപ്പൊ അന്ന് ഇങ്ങനെയൊന്നും പ്രോംപ്റ്റ് ചെയ്യാനൊന്നും ആരില്ലെങ്കിലും വെറുതെ ഞങ്ങളുടെ മനസ്സിൽ കൗതുകം തോന്നി ലൈബ്രറിയിൽ ഇരിക്കുന്ന ഈ വലിയ ലോക്ക് ആൻഡ് കീഴിലിരിക്കുന്ന ഷെൽഫിലിരിക്കുന്ന ബുക്കുകൾ നമുക്കൊന്ന് എടുത്തിട്ട് തന്നെ കാര്യം തോന്നി ഞങ്ങൾ ലൈബ്രറിയോട് പഠിച്ച സാധനം ഒരുക്കി സർവ്വവിജ്ഞാനകോശം എന്ന് പറയുന്ന ബുക്ക് ഞങ്ങൾ അവിടെ എടുപ്പിച്ച് ഞങ്ങൾ വായിച്ചു. അപ്പൊ അതിന്റെ ആദ്യത്തെ വോളിയം ആ എന്ന അക്ഷരം തുടങ്ങുന്ന ബുക്കാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പൊ ഞങ്ങൾ അതിനകത്ത് മറിച്ചിങ്ങനെ നോക്കിയപ്പോ എന്ത് രസകരമായ അറിവുകളാണ് മനോഹരമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. ഒരു ഉദാഹരണത്തിൽ നിങ്ങളുടെ കൗതുകത്തിനായിട്ട് പറയുകയാണ്. നമ്മുടെ തൊട്ടടുത്ത് അങ്കമാലി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അല്ലേ? ഉണ്ടോ? അങ്കമാലി എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ അടുത്തുണ്ടോ? അറിയോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്കമാലി? ആ, അങ്കമാലി എന്ന് പറയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ഇരിക്കുന്നതിൽ അങ്കമാലിക്കാർ ആരെങ്കിലും ഉണ്ടോ? എനിബഡി ഫ്രം അങ്കമാലി? ആരാ? അഞ്ജനയോ? അഞ്ജന അങ്കമാലി എവിടെ വീട്?
നായത്തോട്. ഈ അങ്കമാലിക്ക് അങ്കമാലി എന്നുള്ള പേര് എന്തുകൊണ്ടാണ് പറഞ്ഞത് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, അറിയില്ല സാർ, എന്റെ അമ്മയുടെ വീടാണല്ലേ. ആ, നമ്മളെ ടൈപ്പല്ല. എങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുന്ന ഒരു അപാകത തോന്നിയിട്ടുണ്ടോ? ഇല്ല ഇല്ല. ആ, അപ്പൊ അതൊക്കെ ഈ സർവ്വജ്ഞാന കോശത്തിൽ ഇത്രയും ചെറുതും വലിയ ഒരുപാട് അറിവുകളുണ്ട്. ഞങ്ങൾക്ക് കിട്ടി ആദ്യത്തെ പോലെ, അപ്പൊ ആൽഫബറ്റിക്കൽ അറേഞ്ചറാണ്. മലയാളത്തിൽ ഞങ്ങൾക്ക് ആദ്യം കിട്ടിയത് ആ എന്ന് പറയുന്ന അക്ഷരത്തിലുള്ള ബുക്കാണ് കിട്ടുന്നത്. ഇന്ത്യൻ ബുക്കാണ് ആ എന്ന് പറയുന്നത്. ഞങ്ങൾ മറിച്ച് വന്നപ്പോ അതിനകത്ത് അങ്കമാലി എന്ന സ്ഥാനത്ത് കണ്ടു ഞങ്ങൾ. വളരെ കൗതുകമായി പോയി അങ്കമാലി. പണ്ട് എഴുതി വെച്ചേക്കാണ് അങ്കമാലി എന്ന് പറയുന്നത് എറണാകുളം ജില്ലയുടെ വടക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ചെറിയൊരു പട്ടണമാണ്. മലയാറ്റൂരിനും കാലടിക്കും മറ്റേ ചാലക്കുടിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ടൗൺഷിപ്പാണ് അങ്കമാലി. ആലി എന്ന് പേരുള്ള ഒരു മല്ലന്റെ അങ്കത്തറ ആ സ്ഥലത്തായിരുന്നു. ആലി എന്ന് പേരുള്ള അന്നത്തെ വലിയൊരു ഫയർമാൻ, ഒരു മല്ലൻ, അയാളുടെ അങ്കത്തറ ആ സ്ഥലത്തായിരുന്നു. ആലിയുടെ അങ്കത്തറയുള്ള സ്ഥലം എന്ന പേരിലാണ് അങ്കമാലി എന്ന പേരുണ്ടായതെന്നാണ് ആ സർവ്വജ്ഞാന കോശത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്കമാലി എന്ന പേര് എങ്ങനെ വരുന്നേ? ആലി എന്ന് പേരുള്ള വലിയൊരു ഫയർമാൻ, വലിയൊരു ബോക്സർ, ഇന്നത്തെ കാലത്ത് നമ്മൾ കുസ്തിക്കാരെന്നൊക്കെ പറയില്ലേ, അന്നത്തെ മല്ലൻ, അയാളുടെ അങ്കത്തറ ഉണ്ടായിരുന്ന സ്ഥലമാണ് അങ്കമാലി. അപ്പൊ ആലിയുടെ അങ്കത്തറയുള്ള സ്ഥലം, അതാണ് അങ്കമാലി എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടതെന്നത് എഴുതി വെച്ചിരിക്കുന്നത് ഒരു ചെറിയ കോളത്തില് വാട്സാപ്പ് മെസ്സേജ് വന്നൊന്നല്ല, സർവ്വജ്ഞാന കോശത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അങ്കമാലി എന്ന് പറയുന്ന ഒരു സ്ഥലം. എന്ന മാതിരി എന്റെ വീട് കൊരട്ടി എന്നുള്ള സ്ഥലത്താണ്. കൊരട്ടിക്കും അതിനകത്ത് കിടക്കുന്നുണ്ട്. അത് ബുദ്ധ മതവിശ്വാസമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് കൊരട്ടി എന്ന് പറയുന്ന പേര് വന്നതെന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു ചരിത്രപരമായ ഒരു പശ്ചാത്തലം ഒരുക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് ഏറെ കൗതുകവും ഏറെ അറിവ് നൽകുന്നതും. ഞാനത് അന്ന് ഒരു പ്രാവശ്യം വായിച്ചോളൂ, ഒറ്റ പ്രാവശ്യം ഒരു കൗതുകത്തിന് വായിച്ചോളൂ. ഇന്ന് എന്റെ മനസ്സിൽ ഞാൻ ആ ലൈബ്രറി കയറി ചെന്നതും ഈ സർവ്വജ്ഞാനകോശം എടുക്കുന്നതും അല്ല ആ എന്ന ബാബത് എങ്ങനെയാണ് സർവ്വജ്ഞാനകോശം അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്കൊരു ഐഡിയ ഉണ്ട്. അപ്പൊ അത് എടുക്കുന്നതും മറിച്ച് നോക്കിയപ്പോ ഈ അങ്കമാലി കിട്ടിയതും, അങ്കമാലിയില് എന്ത് കിട്ടിയത് നമുക്ക് അപ്പൊ ഈ മാഞ്ഞാലി എന്ന് പറയുന്ന സ്ഥലം എന്റെ അപ്പുറത്തുണ്ട്. തൊട്ടപ്പുറത്ത് ആലുവയ്ക്ക് പോണ വഴിക്കുള്ള സ്ഥലമാണ് ഇടയ്ക്ക് അങ്കമാലിന്റെ അപ്പുറമുള്ള സ്ഥലമാണ് മാഞ്ഞാലി. മാഞ്ഞാലിയുടെ പേര് കിടക്കുന്നത് ആലി എന്ന മഴലനെ അവിടെ വെച്ച് കാണാണ്ടായ സ്ഥലമാണ്. ആലി മാഞ്ഞ സ്ഥലമാണ് മാഞ്ഞാലി. ആലി എന്ന് പറയുന്ന മല്ലനെ കാണാതായ സ്ഥലമാണ് മാഞ്ഞാലി എന്ന് പറയുന്ന ഒരു ദുഃഖം. ഇപ്പൊ എന്ന് പറഞ്ഞ പോലെ ഏറെ കൗതുകവും ഏറെ അറിവും നമുക്ക് തരുന്ന ആയിരക്കണക്കിന് ബുക്കുകളുടെ കേന്ദ്രമാണ് നമ്മുടെ ലൈബ്രറി എന്ന് പറയുന്നത്. അതിന്റെ ടേൺ ഔട്ട് റേഷ്യോ അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന ഉപയോഗിക്കുന്ന കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു 10% താഴെയാണ് അവിടെ കയറി ഇറങ്ങുന്ന കുട്ടികളുടെ എണ്ണം. അതിൽ 90% വായിക്കുന്നത് ന്യൂസ് പേപ്പർ മാഗസൈനും ഒന്ന് വായിച്ച് ഇറങ്ങി പോകുന്നതല്ലാതെ വിജ്ഞാനം തരുന്ന ബുക്കുകൾ വായിക്കുന്ന പിള്ളേര് എനിക്ക് തോന്നുന്നു ഒരു 3 to 4% ആണ് എടുക്കുകയും ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതൊരു ശീലമാക്കുകയും ഈ ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയ എന്താണ് എൻസൈക്ലോപീഡിയ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ധൈര്യമായിട്ട് ഇന്റർവ്യൂവിന് പറയാൻ പറ്റണം. കയ്യിലെടുത്തിട്ടുണ്ടോ? ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റണം. എൻസൈക്ലോപീഡിയ മുഴുവൻ ബൈഹാട്ടാക്കാനൊന്നല്ല, ഒരു കൗതുകത്തിന് എൻസൈക്ലോപീഡിയ ഏതെങ്കിലും ഒരു വോളിയം എടുത്തു, അതും ആൽഫബറ്റിക്കലി തന്നെ അറേഞ്ച് ചെയ്ത് ABCD up to 26 വോളിയായിട്ട് സാധനം ഇറക്കി വെച്ചിരിക്കുന്നു. എന്തെടുത്തു എന്തെങ്കിലും കാര്യം നോക്കി ആരെങ്കിലും ഇന്റർവ്യൂവിന് ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനത് എടുത്തിട്ടുണ്ട്, ഞാനത് മറിച്ച് നോക്കിയിട്ടുണ്ട്, അത് ഇല്ലോണം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. മാത്രമല്ല ചെറുതും വലുതുമായി ഒരുപാട് കാര്യങ്ങൾ. ഒപ്പം തന്നെ സാറ് സൂചിപ്പിച്ച പോലെ മോറൽസും വാല്യൂസും ഒക്കെ തരുന്ന എത്രയോ പാരബിൾസും ഫേബിൾസിന്റെ ഒക്കെ ബുക്കുകളുടെ കളക്ഷൻസ് ആണ് നമ്മളോട് ഇരിക്കുന്നത്. വായന എന്ന് പറയുന്നത് വളരെ ഉത്തമമായ ഒരു ശീലം തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും അത് പഠിക്കണം. അത് വായിക്കാൻ വേണ്ടി വായിക്കുന്നതല്ല, നമ്മൾ അത് വളരാൻ വേണ്ടി വായിക്കുകയും. ഏറെ നമ്മുടെ ശ്രീബുദ്ധൻ പറഞ്ഞൊരു കാര്യം വളരെ ശരിയാണ്. വായന എന്ന് പറഞ്ഞാൽ അത് ശരിയായ വായനയായിരിക്കണം എന്നുള്ളത് കൂടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ചേർത്ത് വെക്കണം. എന്തെങ്കിലും വായിക്കുന്നത് മുഴുവൻ വായന എന്നുള്ള ഡെഫിനേഷനിൽ ഒരുപക്ഷെ ലിറ്ററലി നമ്മളത് കണ്ണോട് വായിക്കുകയും അതൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് വലിയൊരു വിധയാണ് ഈ വായന എന്ന് പറയുന്നത്. നമ്മൾ വായിക്കുന്നത് അങ്ങനെ തന്നെ നമ്മുടെ ബ്രെയിനിലേക്ക് ചെല്ലുകയും അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവുകയും അറിഞ്ഞറിയാതെ നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ വായനകളിൽ അധികവും. അപ്പൊ എപ്പോഴും വായിക്കുമ്പോൾ സെലക്റ്റീവായിട്ട് നല്ല ബുക്കുകൾ നമുക്ക് കരുതലും ഗുണവും നമ്മുടെ വളർച്ചയ്ക്കും നമ്മളുടെ ആരോഗ്യത്തിനും നമ്മുടെ മനസ്സിന് കുളിർമയും കണ്ണിന് ചെവിക്ക് ഇമ്പൊക്കെ തരുന്ന നല്ല പുസ്തകങ്ങൾ വായിക്കുക. ഇത് വായിച്ച് വായിച്ച് ക്രിമിനൽസ് ആകുന്ന എത്രയോ പേരുണ്ട്, വായിച്ച് വായിച്ച് മല്ലന്മാരാകുന്ന എത്രയോ പേരുണ്ട്, വായിച്ച് വായിച്ച് വഷളാകുന്ന എത്രയോ പേരുണ്ട്. അത് എന്ത് വായിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്.
നമ്മള് ഏറ്റവും വായന എന്ന് പറയുമ്പോൾ നല്ല ബുക്കുകൾ സാർമാരോട് ചോദിക്കുക, ശ്രീ സാറിനോട് ചോദിക്കുക, നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിക്കുക, കൂട്ടുകാരോട് ചോദിക്കുക, ലൈബ്രറിനോട് ചോദിക്കുക. ചോദിക്കുമ്പോൾ നമുക്ക് ഏറെ നല്ലതെന്ന് തോന്നുന്ന ബുക്കുകൾ സെലക്റ്റീവായിട്ട് വായിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ വലിയ വ്യക്തിത്വങ്ങളായിട്ടൊക്കെ മാറുന്ന ആൾക്കാരായിട്ട് നമ്മൾ വളരും. അങ്ങനെ വായിക്കുമ്പോഴാണ് കുഞ്ഞുമാഷൊക്കെ പറഞ്ഞാൽ വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ ഇതൊരു വായിച്ചില്ലെങ്കിൽ വളയും എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. അപ്പൊ നമുക്ക് നേരായ ഒരു വളർച്ച കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല പുസ്തകങ്ങൾ സെലക്റ്റീവായിട്ട് കൃത്യമായിട്ട് വായിക്കുകയും, വായിക്കുന്നത് നമ്മളത് എങ്ങനെ ജീവിതത്തിൽ ഇതാക്കുന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ ഈ വായിക്കുന്നതൊക്കെ നമ്മുടെ മനസ്സിൽ കിടക്കും, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കുകയും പിന്നീട് നമ്മുടെ മനസ്സിന്റെ ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗമായിട്ട് സ്വയമേവ സാവധാനം കയറി വരികയും ചെയ്യും. അതുകൊണ്ടാണ് പലപ്പോഴും തെറ്റായ വായനകളിലൂടെ പോകുന്നവര് പിന്നീട് തെറ്റായ വഴികളിലേക്ക് നയിക്കപ്പെടുന്നത് ഒരു മനസ്സിന്റെ അടിത്തട്ടില് ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്ന കാരണം കൊണ്ടാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല പുസ്തകങ്ങൾ വായിച്ച് പലവട്ടം വായിച്ച് ലൈബ്രറിയിൽ കൂടെ കൂടുക. അപ്പൊ എത്രയും വലിയ സൗകര്യമാണ് പരമ്പള്ളി കോളേജിൽ ലൈബ്രറി എന്ന് പറയുന്നത്. ആ ലൈബ്രറിയിൽ കയറണം, അവിടെ ന്യൂസ് പേപ്പറും കാണും, വായിക്കുന്നത് നല്ലത് തന്നെ. കൂട്ടത്തിൽ ഏതെങ്കിലും നല്ല നല്ല ബുക്കുകളൊക്കെ എടുക്കണം, എൻസൈക്ലോപീഡിയ സർവജ്ഞാനകോശമൊക്കെ ഒന്ന് എടുത്തു നോക്കണം, അവിടുത്തെ മറ്റ് ലിറ്ററേച്ചർ വർക്കുകളൊക്കെ വായിച്ചോ. എത്ര മനോഹരമായ കഥകളും കവിതകളും കവിതാ സമാഹാരങ്ങളും കഥാസമാഹാരങ്ങളും ഒക്കെ ചേർന്നാണ് നമ്മുടെ ലൈബ്രറിയോട് ചോദിച്ചപ്പോൾ 100 കണക്കിന് ഉദാഹരണ ബുക്കുകളായാലും എടുത്തു തരും. വായിച്ച് അതതിനകത്തെ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് വലിയ മിടുക്കന്മാരും മിടുക്കികളാകട്ടെ എന്ന് ആശംസിക്കുന്നു. കാലഘട്ടത്തിൽ ഇല്ലാതായി പോകുന്ന വായന എന്ന് പറയുന്ന ശീലം, പലപ്പോഴും മൊബൈലിൽ മാത്രം നോക്കിയിരുന്ന് മാനസിക രോഗികളായിട്ട് മാറുന്ന ആ വായനയല്ല, മറിച്ച് നമ്മൾ ഗ്രന്ഥങ്ങളോടൊക്കെ ഒരു സ്നേഹവും അടുപ്പവും. ചില പുസ്തകങ്ങൾ നമ്മൾ വായിച്ചു വരുമ്പോൾ നമ്മളത് ഇങ്ങനെ വായിച്ച് നമ്മുടെ നെഞ്ചത്ത് ചേർത്ത് വെച്ച് കിടന്ന് തുടങ്ങിപ്പോകും. അങ്ങനെ പുസ്തകങ്ങൾ നമുക്ക് സ്നേഹം തോന്നുന്ന ഇതിലേക്ക് നമ്മൾ വളരും. അങ്ങനെ വളരെയധികം ബുക്കുകളെ സ്നേഹിക്കുകയും വായനയെ സ്നേഹിക്കുകയും അതുവഴി വളരുകയും സമൂഹത്തിൽ ഉത്തമ മാതൃകകളായ വ്യക്തിത്വങ്ങളായിട്ട് നിങ്ങൾ മാറട്ടെ എന്ന് ഈ സമയത്തിന് ആശംസിക്കുകയാണ്. നിങ്ങൾ പ്രോഗ്രാം സംഘടിപ്പിച്ച നാഷണൽ സർവീസ് സ്കീമിനെ അതിന്റെ പ്രോഗ്രസ് ശ്രീജിത്തിനെ ഷാർജേനെയും അഭിനന്ദിക്കോടൊപ്പം തന്നെ പാർസൽ കമ്പനി പ്രതിഭ സാറിനെ ഏറെ സ്നേഹത്തോടെ പൻപിള്ളിയുടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങൾ ഓരോരുത്തർക്കും നല്ലൊരു വായനത്തിന് ആശംസയുടെ വാക്കുകൾ സമർപ്പിക്കട്ടെ. ഏവർക്കും നമസ്കാരം. സാറിന്റെ വിലയേറിയ വാക്കുകൾക്ക് ഒരുപാട് നന്ദി. ഇന്ന് ഈ വായനാ ദിനത്തിൽ നമ്മോട് സംസാരിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പ്രശസ്ത ചെറുകഥാകൃത്ത് ബഹുമാനപ്പെട്ട ശ്രീ എൻ പ്രദീപ് കുമാർ സാറാണ്. സാറിനെ ഏറ്റവും സ്നേഹത്തോടെ മുഖ്യപ്രഭാഷണത്തിനായി ക്ഷണിക്കും. സ്വാഗതഗാനം ആരംഭിച്ച മരിയ സിബി, സ്വാഗതം പറഞ്ഞ ശ്രീ സർ, ആദരണീയനായ പ്രിൻസിപ്പൽ ഡോക്ടർ ഗോവിന്ദൻ സർ, NSS യൂണിറ്റിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, പനമ്പള്ളി കോളേജിൽ ഈ ഒരു ദിവസം എത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. വാഗ്മിയും സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹ്യ പരിഷ്കർത്താവും മികച്ച പാർലമെന്റേറിയനും ഭരണതന്ത്രജ്ഞനും എന്നതിലുപരി ഇന്ന് ഈ വായനാ ദിനത്തിൽ ഇവിടെ എത്തുമ്പോൾ അദ്ദേഹം കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ പ്രസിഡന്റ് കൂടിയായിരുന്നു ഒരിക്കൽ എന്നത് ഞാൻ ഓർക്കുന്നു. സ്വാഗതം പറഞ്ഞ ശ്രീ സാറും പ്രിൻസിപ്പലും വളരെ മനോഹരമായി തന്നെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കി. ഇത് ശ്രീ സാർ പറഞ്ഞ ആ ഒരു കാലഘട്ടം, അതാണ് വാസ്തവത്തിൽ കഥയൊഴുകും വഴികളിലൂടെ എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്. എന്റെ പ്രദേശം എന്ന് പറയുന്നത് പട്ടാമ്പിക്കടുത്താണ്. പാലക്കാട് ജില്ല മലപ്പുറത്തിനോടും തൃശ്ശൂരിനോടും ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണിത്. ഈ പ്രദേശത്തിന്റെ പ്രത്യേകത ഞങ്ങളുടെ പഞ്ചായത്ത് പരിപ്പൂർ പഞ്ചായത്ത് എന്ന് പറയും. ആ പഞ്ചായത്തിന്റെ 2 വശങ്ങളിലൂടെ റെയിൽവേ ലൈനാണ് പോകുന്നത്. അതായത് ഒരു വടക്ക് പടിഞ്ഞാറായി റെയിൽവേ ലൈൻ പോകും. തെക്ക് ഭാഗത്തുകൂടെ ഭാരതപ്പുഴ നില അതാണ് ഒഴുകുന്നത്. ഇത് കഴിഞ്ഞ് ഈ റെയിൽ പാലത്തിനെ ക്രോസ് ചെയ്ത് അപ്പുറത്തുകൂടെ കുന്തിപ്പുഴ, പൂതപ്പുഴ എന്ന് പറയുന്ന പുഴയും വന്നു ചേരുന്നു. അതാണ് കൂട്ടക്കടവ് എന്ന് പറയുന്ന സ്ഥലം. ആ പ്രദേശം ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. MT വാസുദേവൻ നായരുടെ ജന്മസ്ഥലമായ കൂടല്ലൂര് കൂട്ടക്കടവിലാണ്.
ബാക്കി 2 ഭാഗം റെയിൽവേയിലായി. ഇതിന് ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു കാലത്ത്. ഈ റെയിൽവേ ഗേറ്റ് ഇന്നത്തെ പോലെ സിഗ്നൽ ഗേറ്റ് അല്ല. പട്ടാമ്പിയിൽ നിന്ന് ഒരു ട്രെയിൻ പുറപ്പെട്ടാൽ ഇവിടെ ഗേറ്റ് അടയ്ക്കണം. അതുപോലെ തിരിച്ചപ്പുറത്തുനിന്നാണെങ്കിൽ കുറ്റിപ്പുറത്തുനിന്ന് പോരുമ്പോഴും ഈ ഗേറ്റ് അടയ്ക്കും. ചുരുക്കം ഈ പഞ്ചായത്ത് ശരിക്കും ഒരു താഴെ താഴ്വരമുള്ള പഞ്ചായത്ത് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാമായിരുന്നു. ഞാൻ പറയുന്നത് നേരത്തെ ശ്രീ സാർ പറഞ്ഞ ആ ഒരു കാലഘട്ടമാണ്. 80കളിലും 90കളിലും യൗവനവും കൗമാരവും ഒക്കെ അനുഭവിക്കാൻ ഇടവന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ശരിക്ക് ഉഭയജീവിതം എന്ന വാക്ക് ചേരും എന്നെനിക്ക് തോന്നുന്നു. ഉഭയജീവി എന്ന് പറയുന്ന പോലെ 2 കാലഘട്ടത്തിലായിട്ടാണ് ജീവിച്ചത് എന്നർത്ഥം. നിങ്ങൾക്ക് തീർത്തും അപരിചിതമായ ഒരു കാലഘട്ടമായിരുന്നു 2000 വരെയുള്ള കാലഘട്ടം എന്ന് തന്നെ ഞാൻ പറയും. 2000-ന് ശേഷം ഏതാണ്ട് നിങ്ങളെല്ലാവരുടെയും തന്നെ പ്രായം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു പൂർവ്വകാലം ഉണ്ടാവില്ല. ഈ തലമുറയിൽപ്പെട്ട ആളുകൾ 99-ലെ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞു കേട്ട വെള്ളപ്പൊക്കം ഒരു അനുഭവമായി നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ അനുഭവിക്കേണ്ടി വന്നു. അതുപോലെ പകർച്ചവ്യാധി, പ്ലേഗ് എന്ന് പറയുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ കോളറ പോലെയുള്ള ചില മഹാവ്യാധികളെ പറ്റി കേട്ടതുമല്ലാതെ നമുക്കിപ്പോൾ പരിചിതമായി. ഇപ്പോൾ ആ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് ഓർത്തുകൊണ്ട് തന്നെ ഇതോടൊപ്പം നിങ്ങൾക്ക് അപരിചിതമായ ഒരു കാലഘട്ടം 80കളിലും 90കളിലും ജീവിച്ചവർക്ക് ഉണ്ടായിരുന്നു. അതാണ് നേരത്തെ ശ്രീ സാർ പറഞ്ഞ ആ ഒരു വായനശാലയുടെ കഥ. അത്തരത്തിലുള്ള ഗ്രാമീണ വായനശാലകൾ ഓരോ പ്രദേശത്തിന്റെയും ഓരോ നാടിന്റെയും സാംസ്കാരികമായ വളർച്ചയ്ക്ക് ഒരുപാട് പ്രചോദനം നൽകിയിട്ടുണ്ട്. 5ാം ക്ലാസ്സിൽ ഒരു വേദനവധിയിലാണ് ഞാൻ ഞങ്ങളുടെ പ്രദേശത്തുള്ള വായനശാലയിലേക്ക്, ശ്രീ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ പേരിലുള്ള ആ വായനശാലയിലേക്ക് പോകുന്നത്. 10 വയസ്സായ കുട്ടി 85-ൽ വായനശാലയിലേക്ക് ആദ്യമായി ഒരു വൈകുന്നേരത്ത് നിറഞ്ഞ പാടവയലിലെ വരമ്പത്തൂടെ നടന്നു പോകുന്നു. ആ ചിത്രം വാസ്തവത്തിൽ എനിക്ക് ഇപ്പൊ ഇന്നിങ്ങനെ ഈ കഥ ഒഴുകുന്ന വഴികളിൽ നിന്ന് പറഞ്ഞപ്പോ വാസ്തവത്തിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഓർത്തു. അതായത് എനിക്ക് ഈ വായനശാലയിലേക്ക് പോകണമെങ്കിൽ ഒരു 2-2.5 കിലോമീറ്റർ ഉണ്ട്. അന്ന് അവിടെ ചെല്ലുന്ന സമയത്ത് മോശമില്ലാത്ത ഒരു വായനശാലയാണത്. ഏത് പുസ്തകമാണ് എടുക്കേണ്ടത് അങ്ങനെയുള്ള ഒരു ധാരണയൊന്നുമില്ല. ബാലനമ്പതിയിലെ ചില ബാലപ്രസിദ്ധീകരണങ്ങൾ മുമ്പാറ്റേക്ക് വായിച്ചിട്ടുണ്ട് എന്നല്ലാതെ വേറെ പരിചയമൊന്നുമില്ലാത്ത ഒരു കാലം. അവിടെ ചെന്നപ്പോൾ PKC എന്നറിയപ്പെടുന്ന അവിടുത്തെ ലൈബ്രറിയൻ, അദ്ദേഹം പിന്നീട് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും ഇപ്പോഴും സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തൊക്കെ നിലനിൽക്കുന്ന ഒരു വ്യക്തിയുമാണ്. ഈ ഘടാഘടിയന്മാരായ പുസ്തകങ്ങൾക്കിടയിൽ നിന്ന് അദ്ദേഹമാണ് ആദ്യമായി എനിക്കൊരു പുസ്തകം എടുത്തു നീക്കിയത്. അതിന്റെ പേര് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആൻഡേഴ്സൺ കഥകൾ എന്നായിരുന്നു ആ പുസ്തകത്തിന്റെ പേര്. ഹാൻസ് ക്രിസ്ത്യൻ ആൻഡേഴ്സന്റെ. അതായിരിക്കാം ഒരുപക്ഷെ എന്റെ വിധി നിശ്ചയിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. എഴുത്തുകാരനാവുക എന്നത് ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ആലോചിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. അങ്ങനെയൊന്നും ആരും ആലോചിച്ചുറപ്പിച്ചൊന്നും അല്ലാതെ വന്ന് പെടുന്നത് എന്നും എനിക്ക് തോന്നുന്നു. ആ പുസ്തകങ്ങളിൽ നിന്ന് ഒന്നാമത്തെ പുസ്തകം എന്തുകൊണ്ടോ വല്ലാതെ ഇഷ്ടമായി എന്നതുമില്ല. പിറ്റേന്ന് വൈകുന്നേരം വായനശാലയിലേക്ക് ചെല്ലുന്നു. ബാലസാഹിത്യത്തിന്റെ മെമ്പർഷിപ്പാണുള്ളത്. അവിടെ നിന്ന് മാരി രാമായണം, സർവജിത്തം കള്ളക്കടത്ത്, ഇങ്ങനെയുള്ള കുറച്ച് പുസ്തകങ്ങളാണ് കിട്ടുന്നത്. ഈ പുസ്തകങ്ങളുടെ വായന വേഗരക്താധികാരമാണ്, മറ്റൊന്നും ചെയ്യാനില്ല. എങ്ങനെയൊക്കെയോ ഞാൻ ഈ അക്ഷരവിദ്യയിലേക്ക് വീണുപോയി, ഈ വായനയിലേക്ക്. അതായത് ആ വേനൽക്കാലങ്ങളൊക്കെ തന്നെ വായനയുടെ അയനങ്ങളായിരുന്നു എന്ന തരത്തിലായിരുന്നു എന്റെ യാത്രകൾ ഉണ്ടായിരുന്നു. പതുക്കെ ഈ പുസ്തകങ്ങളിൽ നിന്ന് പിന്നീട് എന്തുകൊണ്ടോ ഞാൻ കുറച്ചുകൂടി മുതിർന്ന സമയത്ത് കയറി പോകുന്നത് കുറ്റാന്വേഷണ കഥകളിലേക്കായിരുന്നു.
സറാദ കോണൻ ഡോയലും അഗത ക്രിസ്റ്റിയും അങ്ങനെയുള്ളവരുടെ കൃതികളിലായിരുന്നു പിന്നീട് താല്പര്യം തോന്നിയത്. സാധാരണ ഇത് കഴിഞ്ഞാൽ വരുന്ന ജനകീയ സാഹിത്യം എന്ന് പറയുന്ന ഒരു ശാഖ എന്തുകൊണ്ടോ അന്ന് എന്നെ സ്പർശിക്കാതെ കടന്നുപോയി. ഒട്ടും മോശമായ സാഹിത്യ ശാഖയാണ് എന്ന അർത്ഥത്തിലല്ല, മറിച്ച് പിന്നീട് ഒരിക്കലും ഇത് വായിക്കണം എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഏറെ പ്രയാസപ്പെടുകയും ചെയ്തു. അത് വായിക്കേണ്ട ഒരു സമയത്ത് അങ്ങനെ വായിച്ചു പോയാൽ മാത്രമേ നമുക്ക് അതിലൂടെ കടന്ന് പോരാൻ പറ്റൂ. ഈ കുറ്റാന്വേഷണ കാലഘട്ടത്തിൽ അവിടെയൊക്കെ ചില സമയത്ത് MT ബഷീർ കാരു എന്നതിനെ കാണും. ഒരു കുറ്റാന്വേഷകന്റെ പോലെ അതൊക്കെ കണ്ട് നോക്കി പോരും എന്നല്ലാതെ അന്നൊന്നും വാസ്തവത്തിൽ ആ പുസ്തകങ്ങളിലേക്ക് പോവുകയേ ചെയ്തില്ല. 10ാം ക്ലാസ് കഴിഞ്ഞ ആ വെക്കേഷൻ കാലത്താണ് ഈ പറയുന്ന പുസ്തകങ്ങളിലേക്ക് MT എന്ന് പറയുമ്പോൾ നമ്മുടെ അയൽ നാട്ടുകാരൻ എന്ന് കൂടിയിട്ട് ഈ വായനശാല സ്ഥിതി ചെയ്യുന്ന പ്രദേശം കൊടിക്കുന്ന എന്ന സ്ഥലത്താണ്, കരുതൂർ പഞ്ചായത്തിൽ കൊടിക്കുന്ന എന്ന് പറയുന്ന പ്രദേശം. ഈ കൊടിക്കുന്ന ക്ഷേത്രമൊക്കെ 4 കെട്ട് വായിച്ച ആളുകൾ, 4 കെട്ട് വായിച്ചവരാരെങ്കിലും ഉണ്ടോ എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ 4 കെട്ടിൽ ഈ പ്രദേശങ്ങളൊക്കെ പറയുന്നുണ്ട്. വായനശാലയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ സന്ധ്യയാവുന്നതിന് മുമ്പ് മിക്കവാറും മടങ്ങി വരും. ഞാൻ പറഞ്ഞ ഈ ഒരു കാലഘട്ടം ജീവിതം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് വെറുതെയല്ല, നിങ്ങൾക്ക് പരിചിതമല്ലാത്ത ഒരു ലോകമാണ്. മനുഷ്യകളിലുള്ള വീടുകൾ, ആ വീടുകളുടെ മേൽപ്പുര ഓലമേഞ്ഞതോ അല്ലെങ്കിൽ പൈപ്പുമേഞ്ഞതോ എല്ലാ വർഷവും പുര കെട്ടി മേയുക എന്ന് പറയുന്ന ആഘോഷപൂർവമായ ഒരു ചടങ്ങ് വേനൽ കൊടുങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മഴക്കാലത്ത് ചോരും. വൻവൃക്ഷങ്ങൾ തളം വിരിച്ചു നിൽക്കുന്ന നാട്ടുവഴികൾ, നോക്കത്താ ദൂരത്തോളം കിടക്കുന്ന വയലുകൾ. ഇപ്പോഴും അവിടെ വയലുകൾ അത്രയൊന്നും മോശമായി പോയിട്ടില്ല, കുറേയൊക്കെ അതുപോലെ തന്നെ ഉണ്ട്, ആ പ്രദേശത്തുണ്ട്. പിന്നെ രാത്രിയായാൽ മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങി നടക്കുന്ന കുളമ്പ് മനുഷ്യൻ, പ്രേതാത്മാക്കൾ, ഒടിയന്മാർ, ഈ തരത്തിലുള്ള ആളുകൾ. ശരിക്കും പറഞ്ഞാൽ 85-ലൊക്കെയാണ് വീട്ടിൽ വൈദ്യുതി എത്തുന്നത്. അതുകൊണ്ട് വൈദ്യുതി ഇല്ല. അപ്പൊ ചുരുക്കത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രദേശം നിങ്ങൾക്ക് പ്രതിപാദനം ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു പ്രായത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് പുതിയ ജീവിതമുണ്ട്, 2 ജീവിതമുണ്ട്. പുതിയ കാലഘട്ടത്തിലെ ഇപ്പോഴത്തെ ഈ എല്ലാ ആധുനിക ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നു. ഇതുപോലെയുള്ള ഒരു കാലം കൂടി ഓർമ്മിക്കാനുണ്ടാവും. അങ്ങനെയുള്ള ഒരു വള്ളുവനാണ് കുഗ്രാമം. ഈ കുഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് നോക്കാനുള്ള ഒരു വാതിൽ എന്നുള്ള തരത്തിലൊന്നും ഒരിക്കലും ഞാൻ ഈ വായനയെയോ ഈ വായനശാലയിലേക്കുള്ള യാത്രകളെയോ ഒന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇപ്പോൾ എഴുതാൻ തുടങ്ങിയിട്ട് ആദ്യ കഥ അച്ചടി വശുവിന്റെ കഥ വരുന്നത് 97-ലാണ്. അതിനുശേഷം ഇപ്രകാരമായിട്ട് എന്തിനാണ് എങ്ങനെയാണ് ഇത് എഴുതാൻ ഈ ഒരു വഴിയിലേക്ക് വന്നത് എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടൊരു ഉത്തരം പറയാനില്ല. ഈ പറഞ്ഞ പ്രദേശം, എന്റെ ഈ ഒരു പ്രദേശം എന്ന് പറയുന്ന ഒരു അന്തരീക്ഷം ഏതാണ്ട് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. പിന്നീട് ഏതൊക്കെയോ കാലത്ത് മാർക്കേസിന്റെ കൊണ്ടയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ ലാറ്റിൻ അമേരിക്കൻ ലിറ്ററേച്ചർ മലയാളിയെ ഇത്രയധികം സ്വാധീനിക്കാൻ കാരണം നമ്മുടെ ചില കാര്യങ്ങൾക്ക് സാമ്യങ്ങളുണ്ട് എന്ന് തന്നെ ആയിരിക്കണം എന്ന് എനിക്ക് തോന്നിയിരിക്കുന്നു. മാജിക് റിയലിസം എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്ന മാർക്കേസ് അവതരിപ്പിക്കുന്ന പല കാര്യങ്ങളും കെട്ടുകഥകൾ പോലെ ഒരുപക്ഷെ അതിലുപരി അല്പം ഭീതിയോടെ യാഥാർത്ഥ്യം എന്ന തരത്തിൽ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ ഓർത്തുവെച്ച ആളുകളുണ്ട് പഴയ തലമുറയിൽ. അതിന് പ്രധാന കാരണം വൈദ്യുതിയില്ലായ്മയും ഒക്കെ തന്നെയാണ്. ഒടിയൻ എന്നുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. തിരുവിളക്കുകളും വൈദ്യുതിയും ഒക്കെ സുലഭമായതോടെയാണ് അത്തരത്തിലുള്ള വിത്തുകളൊക്കെ അതൊക്കെ മറഞ്ഞു തുടങ്ങിയത്. അത് ഞാൻ പറയാൻ കാരണം, ഇതിന്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് വാസ്തവത്തിൽ അങ്ങനെയുള്ള ഒരു സംഭവം തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ സ്കൂൾ വിട്ട് വരുന്ന സമയത്താണ് ആളുകൾ പറയുന്നത് ചേന്നൻ എന്ന് പറയുന്ന ആളെ കുഞ്ഞാപ്പു എന്ന് പറയുന്ന ഒരാൾ വെട്ടി വീഴ്ത്തി എന്ന് പറയുന്നത്. ഇതിൽ ഈ ചേന്നൻ എന്ന് പറയുന്ന ആൾക്ക് പടിവിദ്യയുണ്ടെന്നും തങ്ങളുടെ കുടുംബത്തെ ഉപദ്രവിക്കുന്നുണ്ടെന്നും അതിന്റെ പക തീർത്തതാണ് എന്നുമാണ് പറയുന്നത്.
ഈ മനുഷ്യൻ ചോരവാർന്ന് കിടക്കുന്നതും കൊണ്ടുപോകാൻ ആരും തയ്യാറായിരുന്നില്ല. കാരണം ഇദ്ദേഹത്തിനെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോവുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് ഒരുപാട് മൂർത്തി സേവകളുണ്ട്. ആ സേവകളും മൂർത്തികളും ഒക്കെ കഴിക്കുമെന്നുള്ള തരത്തിൽ ഇത് കഴിഞ്ഞ് ഈ പറയുന്ന കൊലപാതകം നടത്തിയ ആളുടെ കുടുംബത്തിൽപ്പെട്ടവർ അയാൾ ജയിലിൽ പോയി. അയാളുടെ ഭാര്യ, ഒരു മകൻ, ഈ രണ്ടുപേര് അപമൃത്യു എന്ന് വെച്ചാൽ ആത്മഹത്യയിൽ തന്നെ പെട്ടു. ജയിലിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷവും ഈ മനുഷ്യൻ അങ്ങനെ ചെയ്തു. അപ്പൊ ഇതൊക്കെ ഒരു നിത്തെന്നുള്ള തരത്തിൽ ബുദ്ധിയൻ എന്ന് പറഞ്ഞ് മരിച്ചു പോയതിനു ശേഷവും ആശുപത്രിയിൽ ചെന്ന് 3-4 ദിവസം കഴിഞ്ഞാണ് ഈ പറയുന്ന ബുദ്ധിയൻ എന്ന് ആരോപിക്കുന്ന മനുഷ്യൻ മരിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നു. ആ പ്രദേശത്ത് കൂടെ വഴി നടക്കാൻ മുതിർന്നവർക്ക് പോലും വളരെ പ്രയാസമുള്ള ചില അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യമോ നുണയോ എന്തോ ആവട്ടെ. പക്ഷെ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ മാർക്സിസ്റ്റ് പറയുമ്പോൾ മാജിക് റിയലിസം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതുപോലെയുള്ള എത്രയോ വിത്തുകൾ നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ അക്കാലത്ത് ഉണ്ടായിരുന്നു. ഇന്ന് അക്കാലത്ത് നിങ്ങൾക്ക് സുപരിചിതമാകില്ല. കാരണം ഇന്ന് പ്രദേശങ്ങളൊക്കെ നഗരങ്ങളായി മാറി, ഗ്രാമങ്ങൾ വളരെ വളരെ കുറവാണ്. ഇപ്പോഴും ഇവിടെയൊക്കെ ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ ഈ ഗ്രാമങ്ങൾ എന്ന് പറയുന്നു. അപ്പൊ ഞങ്ങൾക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ, സ്കൂളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ തൃത്താല ഹൈസ്കൂളിലാണ് പഠിച്ചത്. ഞങ്ങളുടെ നിയോജക മണ്ഡലം തൃത്താലയാണ്. ബഹുമാനപ്പെട്ട സ്പീക്കറുടെ നിയോജക മണ്ഡലമാണ് ഞങ്ങളുടെ നിയോജക മണ്ഡലം. ഇവിടേക്ക് വരണമെങ്കിൽ തോണിയാണ് യാത്രയ്ക്കുള്ള മാർഗം. അത് ഭാരതപ്പുഴയിലെ തോണി യാത്ര വർഷക്കാലങ്ങളിൽ വേനലിൽ തീർച്ചയായി പോകുന്ന പുഴയെങ്കിൽ വർഷത്തിൽ വളരെ രൗദ്രഭാവത്തോടെയാണ് ഭാരതപ്പുഴ. ആ പുഴയിലൂടെ കടന്നു പോരണമെങ്കിൽ 40-45 മിനിറ്റ് എടുക്കും. നല്ല ഇടവപ്പാതി കാലത്ത് തോണി ഈ കരയിൽ നിന്ന് അക്കരയിലേക്ക് എത്താൻ. അതായത് പങ്കായി മാത്രമല്ല, കഴുക്കോലും കൊണ്ട് കുത്തിയിട്ടാണ് പോകുന്നത്. കഴുക്കോലും പലപ്പോഴും വെള്ളം കൂടിയ സമയത്ത് വലിയ പുഴയിലൊക്കെ കഴുക്കോൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. തോണി മുങ്ങുന്ന കഴുക്കോൽ നമ്മൾ ആഞ്ഞു കുത്തുമ്പോൾ അതിൽ അറ്റം കിട്ടാതായി പോകും, അടി എത്താതായി പോകും. ആ സമയത്ത് വിചാരിച്ച സ്ഥലത്തൊന്നും അല്ല എത്തുക. ഒഴുക്കനുസരിച്ച് എവിടെയെങ്കിലും ചെന്ന് കയറും. എന്നിട്ട് അവിടുന്ന് വേണം തിരിച്ച് ഇങ്ങോട്ട് പോരാൻ. ഇത് തോണിയാത്ര കാലത്തെ ഈ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വേനൽക്കാലങ്ങളിൽ സ്കൂളിൽ നിന്ന് മണലിലൂടെയാണ് കുറച്ചു ദൂരം തുണിയുണ്ടാവും, ബാക്കി മണലിലൂടെയാണ് പോലെ. അത് പുഴയുടെ ദൂരം എന്ന് പറഞ്ഞാൽ, അതായത് അതിന്റെ ഒരു വീതി 81 കിലോമീറ്റർ ഉണ്ട്. ഈ ഭാഗത്ത് എട്ടാമത്തെ പാലം കഴിഞ്ഞ് ഒരു തിരിവ് കഴിഞ്ഞ് വരുന്ന ഈ പ്രദേശത്ത് 81 കിലോമീറ്ററോളം ദൂരം പുഴയ്ക്ക് വിസ്തീർണ്ണമുണ്ട്. നടന്നു വരുമ്പോ പുഴയിലെ മണല് വല്ലാതെ ചൂടാവും. ഇവർ തിരിച്ചു വരാൻ നല്ല പ്രയാസം. അപ്പൊ കൃഷിഭൂമിയിൽ നിന്ന് അടുത്തൊക്കെ വാഴയൊക്കെ കൃഷി ചെയ്യുന്നു. വെട്ടിയിട്ട് വാഴത്തണ്ടുകളും വലിച്ചാണ് കുട്ടികൾ ഓടുക. കുറേ ദൂരം മണലോട് ഓടിക്കഴിഞ്ഞാൽ ചെരുപ്പിട്ടും ഓടാൻ പറ്റില്ല. ഓടിക്കഴിഞ്ഞാല് ഈ വാഴത്തണ്ട് താഴ്ത്തിട്ട് അതിന്റെ മുകളിൽ കയറി കാല് കൊള്ളുന്നത് മാറ്റാൻ വേണ്ടി. ഇത് തൃത്താല ഹൈസ്കൂളിലേക്ക് പോകുന്ന യാത്ര എങ്ങനെയാണെങ്കിൽ കോളേജിലേക്ക് പോകുമ്പോൾ നേരെ തിരിച്ച് ഈ കൊടുക്കുന്നു വന്നിട്ട് വേണം പോകാൻ. 2.5 കിലോമീറ്ററാണ് നടക്കാനുള്ള ദൂരം. ഈ നടക്കാനുള്ള ദൂരം ചെടി വെച്ച വരമ്പുകളായിരിക്കും. കൃഷിയും കർഷക സംസ്കൃതിയും ഒക്കെ നമ്മൾ വളരെ സന്തോഷത്തോടെ പറയുമ്പോഴും അത്തരം യാത്രകളൊന്നും അത്ര സുഖകരമായിരുന്നില്ല എന്ന് കൂടി ഞാൻ പറയുന്നത്. വഴക്കയുള്ള ചെറിയ വരമ്പിലൂടെ വേണം ഈ പറയുന്ന സ്ഥലം വരെ എത്താൻ. അവിടെ നിന്നാണ് പിന്നെ ബസ്സിന് പോകുന്നത്. ബസ്സിന് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ റെയിൽവേ ഗേറ്റാണ് പ്രധാനമില്ല. അവിടെ ചെന്നുപെട്ടാൽ 25 മിനിറ്റ് ചുരുങ്ങിയത് ഗേറ്റ് അടച്ച സമയമാണെങ്കിൽ അവിടെ കിടക്കേണ്ടി വരും. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലാണ് ഞാൻ പഠിച്ചത്. അവിടെ ഷിഫ്റ്റ് ആയിട്ടായിരുന്നു പ്രീഡിഗ്രിക്ക് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നത്. ഈ 9 മണിയുടെ ഷിഫ്റ്റിന് മിക്കവാറും ദിവസങ്ങളിൽ പോയി കഴിഞ്ഞാൽ ലേറ്റ് ആയി അല്ലാതെ എത്തില്ല. മിക്കവാറും ബസ് ഈ ഗേറ്റ് കഴിഞ്ഞാൽ അപ്പുറത്ത് വേറെ ഗേറ്റ് കൊടുമുണ്ട എന്ന് പറയുന്ന പ്രദേശം പട്ടാമ്പിക്ക് 3 കിലോമീറ്റർ പുറത്ത്. ഈ 2 ഗേറ്റിലും കൊടുക്കും ചില സമയത്ത്. അപ്പൊ നേരത്തെ സാർ പറഞ്ഞ ഒരു കാര്യം, സൈക്ലിങ്ങും നീന്തലും എന്ന് പറഞ്ഞ പോലെ നല്ല ആരോഗ്യ വ്യായാമ ശീലങ്ങളിൽപ്പെട്ടതായിരുന്നു ഈ നടത്തം എന്ന് പറയാം. 2.5 കിലോമീറ്റർ അങ്ങോട്ട് നടക്കണം, തിരിച്ച് ഇങ്ങോട്ട് 2.5 കിലോമീറ്റർ നടക്കണം. കോളേജിൽ ചെന്നപ്പോ പട്ടാമ്പി കോളേജില് ഇപ്പോ നിങ്ങളുടെ പ്രിൻസിപ്പൽ സാർ പറഞ്ഞ പോലെ വളരെ മനോഹരമായ ലൈബ്രറിയാണ്. കേരള യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും നല്ല
ലൈബ്രറിയിൽപ്പെട്ട ലൈബ്രറിയാണ് പട്ടാമ്പി കോളേജ് ലൈബ്രറി. അവിടെ അഴകിരി സാറായിരുന്നു ലൈബ്രറി. മിക്കവാറും സമയത്ത് നമ്മൾ ലൈബ്രറിയിൽ തന്നെയാവും ചെലവഴിക്കുക. പുസ്തകങ്ങൾ എടുക്കുന്ന പുസ്തകങ്ങളൊക്കെ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ. കാരണം തരൂർ ലൈബ്രറി എനിക്ക് തന്ന ഒരു പാതയുണ്ടല്ലോ, സാഹിത്യം വായിക്കുക എന്നൊരു പാത. ഞാൻ പഠിച്ചത് കൊമേഴ്സാണ്. ആദ്യ ഡിഗ്രി ബികോം ആണ്, പിന്നെ അഡീഷണൽ ഡിഗ്രിയാണ് മലയാളം എടുത്തത്. അത് SSLC കഴിഞ്ഞ സമയത്ത് കൊമേഴ്സ് പഠിക്കുക എന്നുള്ളത് എന്റെ മാത്രം ഒരു ഇഷ്ടമായിരുന്നില്ല എന്ന് കൂടി പറയാം. പക്ഷെ എന്റെ ഒരു നിർബന്ധം കൂടിയായിരുന്നു. സാധാരണ ആൾക്കാരെന്ന് ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് കഴിഞ്ഞ് ഈ കൊമേഴ്സിലാണെങ്കിലും വായിക്കുന്ന പുസ്തകങ്ങൾ സാഹിത്യ സംബന്ധിയായ പുസ്തകങ്ങളായതുകൊണ്ട് വർഷാവസാനം ലൈബ്രറിയിൽ നിന്ന് ചില പുസ്തകങ്ങൾ കൊണ്ടുപോകാനുള്ള ഒരു അനുമതി അഴകിരി സാറ് നൽകുമായിരുന്നു. പക്ഷെ എന്റെ സാറ് ലെക്ചറും പഠിച്ചപ്പോൾ ഞാനതിനെടുത്തൊന്നും സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളല്ല. അങ്ങനെ സാർ എനിക്ക് ആ വർഷം 2ാം വർഷം വെക്കേഷന്റെ സമയത്ത് സ്റ്റഡി ലീവിന്റെ സമയത്ത് പുസ്തകങ്ങളൊന്നും തന്നില്ല എന്ന് മാത്രമല്ല, ഇനിയും താൻ ലിറ്ററേച്ചർ തന്നെ വായിച്ചാൽ മതി എന്ന് പറഞ്ഞ് അടയ്ക്കുകയും ചെയ്തു. പക്ഷെ പിന്നീട് അവിടെ ബികോം ഫസ്റ്റ് ഇയർ ചേർന്ന സമയത്ത് അഴകിരി സാറിന്റെ മാത്രം ഉത്തരവാദിത്വത്തിലാണ് ഈ പുസ്തകങ്ങൾ കൊടുക്കുന്നത് സ്റ്റഡി ലീവിന്. അത് തിരിച്ചു കിട്ടുന്നതും വായിക്കുന്നതും അദ്ദേഹത്തിന്റെ മാത്രം പ്രൈവറ്റ് റിസ്കിലാണ് എന്ന് പറഞ്ഞതുകൊണ്ട് പുള്ളി വെച്ചിരുന്ന ഒരു മാനദണ്ഡം ഉണ്ടായി. 20 പുസ്തകം അല്ലെങ്കിൽ 15 പുസ്തകം, ഇത്രയും പുസ്തകം റെഫറൻസ് ആയി എടുത്തുകൊണ്ടുപോയ ആളുകൾ, അല്ലെങ്കിൽ 10 പുസ്തകം എടുത്ത ആളുകൾ, സബ്ജക്ട് റിലേറ്റഡ് ആയ അവർക്ക് മാത്രമേ പുസ്തകങ്ങൾ കൊടുക്കുള്ളൂ. ഈ കൊല്ലം ഞാൻ ആദ്യത്തെ 2 മാസം കൊണ്ട് തന്നെ ആഴ്ചയിൽ 2 ദിവസം പുസ്തകം മാറ്റാൻ പറ്റുന്ന ദിവസം തന്നെ സബ്ജക്ട് പുസ്തകങ്ങൾ എടുക്കും, റിട്ടേൺ ചെയ്യും, വീണ്ടും എടുക്കും. അങ്ങനെ കോട്ട കഴിച്ചു വീണ്ടും ലിറ്ററേച്ചറിലേക്ക് തന്നെ വായിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. സാറിന്റെ കോട്ട കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ലല്ലോ. പക്ഷെ പിന്നീട് അഴകിരി സാറിന്റെ ആ ഒരു സ്നേഹമാണ് പറയുന്നത്. അദ്ദേഹം റിട്ടയർ ചെയ്തു. ഞാൻ കോളേജിൽ നിന്ന് പോകുന്നതിന് ശേഷവും കോളേജിൽ പുതിയ പുസ്തകങ്ങൾ വരുന്ന സമയത്ത് പിന്നീട് സാറിനെ വിളിക്കാറുണ്ടായിരുന്നു. എന്റെ കഥകൾ, എന്റെ പുസ്തകങ്ങൾ മുഴുവൻ സാർ വാങ്ങി വെച്ചിട്ടുണ്ട്. ഫിസിക്സിലൊക്കെ ഇറങ്ങിയ എല്ലാ പുസ്തകങ്ങളും തന്നെ സാർ വാങ്ങി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിളിച്ച് പുതിയ പുസ്തകം വന്നിട്ടുണ്ട്, വേണമെങ്കിൽ വന്നോളൂ എന്ന് പറഞ്ഞ് ഞാൻ ഒരു വിദ്യാർത്ഥി അല്ലാഞ്ഞിട്ട് സാറിന്റെ അക്കൗണ്ടിൽ എഴുതിയിട്ട് എനിക്ക് പുസ്തകങ്ങൾ, പുതിയ പുസ്തകങ്ങൾ വന്നാൽ തരാറുണ്ട്. പ്രയർ ആയിട്ടുള്ള ഇംഗ്ലീഷ് ബുക്സ് ഏതെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ തരാറുണ്ട്. അപ്പൊ അന്നത്തെ ആ ഒരു കാലത്ത് നേരത്തെ ശ്രീ സാർ പറഞ്ഞ കാര്യം തന്നെയാണ്. പുതിയ കാലഘട്ടത്തിൽ വിവിധ മാധ്യമങ്ങളുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ സമയം ഉപയോഗിക്കാൻ. അന്ന് ഈ വായനയല്ലാതെ മറ്റൊരു ഉപാധി ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നിസ്തർക്കമാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അക്കാലത്ത് ആളുകൾ വായനശാലയിൽ ധാരാളം പോയിരുന്നത്. ഇന്ന് വായനശാലയിൽ പോകുന്നില്ലെങ്കിൽ പോലും ആളുകൾക്ക് സ്വന്തമായി പുസ്തകം വാങ്ങി വായിക്കാനുള്ള ശേഷിയുണ്ട് എന്നത് മറ്റൊരു കാര്യം. അന്നത്തേതിനേക്കാൾ സാമ്പത്തികമായും സാമൂഹ്യമായും ഇപ്പോൾ കേരളം 1-2 പടി മുന്നിലാണ് എന്നത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ പലപ്പോഴും പറയുമ്പോൾ ഞങ്ങളുടെ തലമുറ ഉണ്ടായിരുന്ന കാലത്ത് ഞങ്ങൾ അങ്ങനെയാണ് കഷ്ടപ്പെട്ടത്, ഇങ്ങനെയാണ് കഷ്ടപ്പെട്ടത് എന്നുള്ളൊരു താരതമ്യത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. നിങ്ങളുടെ കാലത്ത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള ആധുനികമായ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. മാത്രമല്ല, നിങ്ങളുടെ തലമുറയാണ് സത്യം പറഞ്ഞാൽ ഭാഗ്യം ചെയ്ത തലമുറ എന്ന് പറയാം. നമ്മുടെയൊക്കെ കാലത്ത് ദാരിദ്ര്യം എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ ഒരു കാര്യമൊന്നും ആയിരുന്നില്ല. ശരിക്കും വളരെ ദരിദ്രമായ ആളുകളുണ്ടായിരുന്നു. ഈ ദരിദ്ര പശ്ചാത്തലത്തിലുള്ള ആളുകൾക്ക് പറയാനുള്ള മടിയും ഉണ്ടായിരുന്നു. ഇന്നൊരു പക്ഷേ പട്ടിണി എന്ന് പറയുന്നത് കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാമല്ലോ. ആ തരത്തിൽ നോക്കുമ്പോൾ നിങ്ങളുടെ തലമുറ ശരിക്കും മറ്റു തലമുറയേക്കാൾ ഭാഗ്യം ചെയ്ത മികച്ച തലമുറയാണ് എന്ന് ഞാൻ പറയും. ഈ ഒരു താരതമ്യത്തിന് യാതൊരു അർത്ഥവുമില്ല. പക്ഷെ നേരത്തെ പറഞ്ഞ ഉഭയ ജീവിതം അനുഭവിച്ച ആളുകൾ അത് മറ്റൊരു തരത്തിലുള്ള അനുഭവം കൂടിയാണ്, ഒരു ജീവിത അനുഭവം കൂടിയാണ്. ഈ കോളേജ് പഠനകാലത്ത് നമ്മുടെ ലൈബ്രറിയിൽ വരുന്നു, പുസ്തകങ്ങൾ എടുക്കുന്നു, വായിക്കുന്നു. കോളേജ് മാഗസിൻ ഇതുപോലെയുള്ള സംഭവം വരുന്നു. കോളേജ് മാഗസിനിൽ ഒറ്റ കഥ പോലും ഞാൻ എഴുതിയിട്ടില്ല. എഴുതും,
ഒരു ആത്മവിശ്വാസക്കുറവുകൊണ്ട് അതാരെയും കാണിക്കാറില്ലാത്ത അങ്ങനത്തെ ഒരു കലയായിരുന്നു. പിന്നീട് ഏജൻസി വഴികളിൽ കോളേജിൽ പോകുന്നതിന് ശേഷവും തൊഴിലന്വേഷണത്തിന്റെ കാലഘട്ടത്തിലും ഒക്കെ വായന കൂടെ ഉള്ളതുകൊണ്ട് വായനശാലയിൽ ചെലവഴിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുമ്പോൾ രാഷ്ട്രീയ കാര്യങ്ങളാവട്ടെ, നമ്മുടെ സാമൂഹിക കാര്യങ്ങളാവട്ടെ, ജീവിതത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളാകട്ടെ, ഇതൊക്കെ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും നമ്മൾ പറയുന്നത് മറ്റുള്ളവർ പറയുന്നതിനേക്കാൾ വേറെ ഒരു തരത്തിൽ പറയുമ്പോൾ, പ്രത്യേകിച്ചും ആരെങ്കിലും ഇതിന്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല, കുറച്ചൊരു സറ്റയർ ഞാൻ എന്റെ കഥകളിൽ വന്നു ചേരാറുണ്ട്, അനുഭവമല്ല വന്നു ചേരുന്നതാണ്. ആ തരത്തിൽ പറയുമ്പോൾ ഇതൊന്ന് എഴുതി നോക്കിക്കൂടെ എന്ന് ചോദിക്കുന്ന കുറെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. കഥ എഴുതുന്നതിന് മുമ്പ് മിക്കവാറും ആ കഥ ഞാൻ ആളുകളോട് പറയാറുണ്ട്. പറഞ്ഞ കഥ പിന്നീട് എഴുതാൻ പറ്റില്ലെന്ന് ചിലർ പറയുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല. ഒരു കഥ ഒറ്റ സ്ട്രെച്ചിൽ നിന്ന് എഴുതുന്ന ആളുകളാണ് ബഷീറിനെ പോലെയുള്ളവർ. മാത്രമല്ല ഇപ്പോഴത്തെ പുതിയ ആളുകളൊക്കെ സന്തോഷിച്ചിക്കാനുമാകട്ടെ, മുരളിയാപ്പാട്ടെ, ഇവരൊക്കെ ഒറ്റ സ്ട്രെച്ചിൽ നിന്ന് എഴുതുന്ന ആളുകളാണ്. പക്ഷെ ഞാനൊരു കഥ പൂർത്തിയാക്കുന്നത് മിക്കവാറും 2-3 ആഴ്ച കൊണ്ടായിരിക്കും എനിക്ക് ഒറ്റ സ്ട്രെച്ചിൽ ഒരു കഥ എഴുതാൻ കഴിയും. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഫ്ലോ കിട്ടുകയെന്ന് അവർ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ എനിക്ക് അവരോട് ചോദിക്കാനുള്ളതാണ്, എങ്ങനെയാണ് ഒറ്റ ഇരുത്തിന് ഒരു കഥ പൂർത്തിയാക്കുക എന്ന്. അപ്പൊ ഇവരോട് പറഞ്ഞതിന് ശേഷം പറഞ്ഞ് തീരുമ്പോ തന്നെ കഥ ശരിക്കും എഴുതാനുള്ള നമ്മുടെ ആ വലിയ കൗതുകം തീരും. നമ്മൾ പറയുന്നത് കുറെ പേരോട് പറയുന്നു, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നു, എന്നിങ്ങനെ അത് കഴിഞ്ഞ് വേറൊരു കഥ പറയുന്നു. പുതിയ പുതിയ കഥകൾ ഉണ്ടാക്കി പറയുക എന്നുള്ളത് വാസ്തവത്തിൽ നല്ല രസമുള്ളൊരു കാര്യമാണ് എനിക്ക്. അന്നും ഇന്നും ഇപ്പോഴും ഞാൻ പറഞ്ഞ കഥകൾ നോക്കുകയാണെങ്കിൽ ഇനിയും 10-20 കൂടുതൽ ഞാൻ എന്നെ എഴുതേണ്ടതായിരുന്നു. പക്ഷെ അത് എഴുതുന്നത് ചിലപ്പോൾ 2-3 വർഷം കഴിഞ്ഞു എപ്പോഴെങ്കിലും ഒക്കെ. ഇപ്പോൾ ഈ പുരോഗമന പാതകൾ ഈ ആഴ്ച ഇന്നലെ ഇറങ്ങിയ മലയാളം വാരികയിലാണ് തോന്നുന്നത്. ഞാൻ കുറച്ചു നാളായി കഥ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പിന്നാലെ പോകുന്ന ശീലം കണ്ടുമില്ല, ഇപ്പോഴും ഇല്ല. അപ്പൊ വരുമ്പോ വരട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ വന്നത് ഇന്നലെ ഇറങ്ങിയ ഇഷ്യൂലാണ്. സത്യത്തിൽ ആ കഥ ഒരു 4 വർഷം മുമ്പൊക്കെ ഇന്നലെയൊക്കെ വിളിച്ച കുറെ സുഹൃത്തുക്കൾ ചോദിച്ചത് ഇത് അന്ന് എഴുതി കഴിഞ്ഞ കഥയല്ലേ എന്നാണ് ചോദിച്ചത്. അങ്ങനെയല്ല, നേരത്തെ പറയും എപ്പോഴെങ്കിലും ഒന്നിച്ചിരിക്കുന്ന ഒരു സന്ദർഭത്തിലോ അല്ലെങ്കിൽ ചിലപ്പോ സംസാരിക്കുമ്പോഴോ സംഭാഷണത്തിലോ കഥകൾ ഇങ്ങനെ പറയും. അങ്ങനെ പറയുന്ന രീതിയിൽ നിന്നാണ് പിന്നീട് എഴുതിയിരിക്കുന്നത്. അത് ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ രീതികളുണ്ട്. ഒരു സംഭവം നടക്കുമ്പോൾ അത് അപ്പൊ തന്നെ കഥയാക്കാം എന്നൊരു തരത്തിൽ ഒരിക്കലും ഞാൻ ശ്രമിച്ചിട്ടില്ല, എനിക്കൊട്ട് കഴിയുകയില്ല. ഞാൻ കഥയുടെ കാര്യം പറഞ്ഞത് എന്റെ ഒരു കഥാനുഭവമാണ് പറയുന്നത്. ആ ഒരു സബ്ജക്ട് അങ്ങനെ ഒന്ന് വെച്ചതുകൊണ്ട് ആ തരത്തിൽ പറഞ്ഞു പോകുന്നു. ഒറ്റപ്പാലത്ത് എന്നൊരു കഥ ഞാൻ എഴുതിയത് 91-ലാണ് വരുന്നത്. കഥ വരുന്നത് 91-ല്ല, 2001. 2001 കഥ വരുമ്പോൾ അതിനു മുമ്പ് തൊഴിൽ സംബന്ധമായ ചില യാത്രകൾ ഉണ്ടായിരുന്നു. കഥകിനെ കുറച്ചു കാലം രാജസ്ഥാനിൽ ജോലി ചെയ്തിട്ടുണ്ട്, ഡൽഹി ബോംബെയിലൊക്കെ കുറച്ചു കാലം ഉണ്ടായിരുന്നു. അപ്പൊ രാജസ്ഥാനിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾക്കറിയാമല്ലോ കാലാവസ്ഥയുടെ പ്രത്യേകത. ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് പ്രഭാതം വരും. 4:30 മണിയോടൊക്കെ തന്നെ സൂര്യൻ വരും. സന്ധ്യയാവാൻ ഈ പറയുന്ന 7-8 മണിയൊക്കെ നമ്മൾ ഇവിടുത്തെ സന്ധ്യ എഴുതാൻ വളരെ ഊഷരമായ 46 ഡിഗ്രി ചൂടുള്ള സൂറത്തിലിട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് പാകിസ്ഥാൻ ബോർഡറിൽ നിന്ന് 46 കിലോമീറ്റർ പുറത്ത് BHELന്റെ ഒരു ഓയിലർ റിഡക്ഷൻ കമ്പനിയുടെ അക്കൗണ്ട്സിലായിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്നതാണ്. അവിടെ ഇരിക്കുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ഈ ആന്തി എന്ന് പറയുന്ന പുലിക്കാറ്റ് ഒരു മൺകൂരി ഇവിടെ ഉണ്ടായി വരുന്നു. കുറച്ച് കഴിഞ്ഞ് അപ്പുറത്തേക്ക് ഇത് വിശേഷമാണ് അപ്പുറത്ത് വേറൊരു മൺകൂരി ഉണ്ടായി വരുന്നു. അപ്പൊ നമ്മളിവിടെ സംസാരിക്കാൻ വൈകുന്നേരം ഇരിക്കുന്ന വേനൽക്കാലങ്ങളിലെ ആലപ്പുഴയാണ് വാസ്തവത്തിൽ ഓർമ്മ വരുന്നത്. കാരണം മണല് തന്നെ കരഞ്ഞു കിടക്കുന്ന മണല്. അവിടെ മഴ പെയ്യുന്നത് വളരെ പെട്ടെന്ന് കുറച്ചു നേരം ഒരു മഴ പെയ്യും. അത് നല്ല ശക്തിയായ മഴ ചിലപ്പോൾ പെയ്യാം. അങ്ങനെ ഇരിക്കുന്ന ഒറ്റപ്പാലത്ത് ഒരു മഴ പെയ്യുന്ന അവസ്ഥ രാജസ്ഥാനിൽ ഇരിക്കുന്ന ഒരാൾ ആലോചിക്കുന്ന തരത്തിലുള്ള കഥയാണ് ഒറ്റപ്പാലത്ത് മഴ എന്നാണ് ആ കഥയുടെ പേര്. 2001
പ്രസിദ്ധീകരിച്ചു വന്ന കഥയാണ്. പക്ഷെ അത് എഴുതുന്നത് ഞാൻ രാജസ്ഥാനിലുള്ള സമയത്തല്ല. രാജസ്ഥാനിൽ നിന്ന് തിരിച്ചു പോകുന്നതിന് ശേഷം ഇവിടെ കേരളത്തിൽ ജോലിയൊക്കെയായി കഴിയുന്ന സമയത്താണ് എഴുതിയത്. കിട്ടുന്ന ഒരു സംഭവം അതേപോലെ ഉടനടി എഴുതുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് സാധ്യമല്ല. എന്ന് പറയുന്നത് പലരും അങ്ങനെയൊക്കെ അല്ലാതെ എഴുതുന്ന ആളുകൾ ധാരാളമുണ്ട്. നടക്കുന്ന ഒരു കറന്റ് ഇഷ്യൂനെ ബേസ് ചെയ്ത് പെട്ടെന്ന് എഴുതുന്നത് പലപ്പോഴും അങ്ങനെ എഴുതുമ്പോൾ അതൊരു സാഹിത്യത്തിനേക്കാൾ വല്ലാത്ത പ്രകടനപരതയുടെ മുദ്രാവാക്യത്തിന്റെ സ്വഭാവം വരുന്നതായിട്ടും എനിക്ക് തോന്നാറുണ്ട്. ദേശീയ കവിതകളിലൊക്കെയാണ് അത്തരത്തിലുള്ള വിഷയങ്ങൾ ധാരാളമായി വരാറുള്ളത്. കഥയിലും അപൂർവം ചിലപ്പോൾ അങ്ങനെയൊക്കെ കാണാറുണ്ട്. എഴുത്ത് ഒരുപാട് കാലം എടുത്ത് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് എന്നെ സംബന്ധിച്ച്. അതായത് എഴുതാനുള്ള 2-3 ആഴ്ച എന്ന് പറയുന്ന സമയത്തിനുപരി ഒരു സബ്ജക്ട് എപ്പോഴും എങ്ങനെയോ വന്ന് കിടക്കുന്ന ഒരു സബ്ജക്ട് അത് പിന്നെ എത്രയോ നാളുകൾക്ക് ശേഷം അല്ലെങ്കിൽ അത് കഥയായി വന്ന് ആളുകളോട് പറഞ്ഞ് ഒരുപാട് കാലത്തിന് ശേഷം അങ്ങനെയൊക്കെയാണ് അത് കടലാസിലേക്ക് വരാറുള്ളത്, കഥ എന്ന തരത്തിൽ വരാറുള്ളത്. വന്നു കഴിഞ്ഞാൽ അത് കഴിയുന്നത് സുഹൃത്തുക്കൾക്കൊക്കെ വായിക്കാൻ കൊടുക്കും. PDF ആക്കി കഴിഞ്ഞാൽ ഇപ്പോൾ അയക്കാൻ സൗകര്യമുണ്ടല്ലോ. അവർക്ക് വായിച്ച് അവരുടെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം പിന്നെയും അയക്കാൻ അങ്ങനെ താമസിച്ചു പോകും. അയച്ചു കിട്ടുന്ന പത്താളികന്മാർ അതുപോലെ കുറച്ച് താമസം അതിന് കൊടുക്കുമ്പോൾ ഞാനത് ചോദിക്കാറുണ്ട്. അപ്പൊ മിക്കവാറും അത് എഴുതി കഴിഞ്ഞാല് ഒരു 6 മാസത്തെ എടുത്തിട്ടാണ് പ്രസിദ്ധീകരണത്തിനൊക്കെയായി വരാറുള്ളൂ. 70ഓളം കഥകൾ ഏതാണ്ട് പല കാലങ്ങളിലായിട്ട് എഴുതിയിട്ടുണ്ട്. തിരുക്കപ്പെട്ട് എഴുതിയിരുന്ന അല്ലെങ്കിൽ ഒരു പ്രൊലീഫിക് റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു പീരിയഡ്. ആ ഒരു കാലത്ത് ആദ്യത്തെ പുസ്തകം 2001 വരുന്നത്. കഴിഞ്ഞ് തുറന്നു വരുന്ന 2002-ലും 2003-ലും 2004-ലും 4 വർഷം കോട്ടയത്ത് DC-യിൽ 4 പുസ്തകങ്ങൾ ഘടിപ്പിച്ചു വന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ചെറിയൊരു ബ്രേക്ക് വന്നു. അത് മറ്റൊരു തരത്തിലുള്ള ജീവിതത്തിന്റെ മറ്റു പ്രശ്നങ്ങൾക്കിടയിൽ സ്വാഭാവികമായിട്ടും വരുന്ന ഒരു മാറ്റം. പക്ഷെ കഥ എഴുതാത്ത സമയം എന്ന് പറഞ്ഞുകൂടാ. അതിന്റെ നമ്മുടെ വേറെ ഒരു തരത്തെ സാങ്കേതികാർത്ഥത്തെ കടലാസും പേനയും എടുത്ത് എഴുതാനിരിക്കുക എന്ന തരത്തിൽ ചിലപ്പോൾ അതിന് താമസം ഉണ്ടായേക്കാം, അല്ലെങ്കിൽ എഴുതുന്നില്ലായിരിക്കാം. പക്ഷെ മനസ്സിൽ കഥകൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആളുകളോട് പറയും കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതേ വാസ്തവത്തിൽ വേണ്ടു എന്നും കൂടി ഞാൻ വിചാരിക്കുന്നു. കാരണം ആഖ്യാനമാണ് എഴുത്ത് എന്ന് പറഞ്ഞു. എല്ലാം പറച്ചിലെന്നാണല്ലോ അതിന്റെ അർത്ഥം. കഥ പറച്ചിലാണ്. നമ്മുടെ കഥ പറഞ്ഞ കഥകളാണെങ്കിലും പഞ്ചതന്ത്രം കഥകളാണെങ്കിലും ഒക്കെ നമ്മുടെ ഭാരതീയ സാഹിത്യത്തിന്റെ രീതി അനുസരിച്ച് കഥ പറച്ചിലായിരുന്നത്. 1001 രാവുകളും പറച്ചിൽ തന്നെയാണല്ലോ. അപ്പൊ കഥ പറയുമ്പോൾ നമ്മൾ എഴുതുന്ന അതേപോലെ തന്നെയുള്ള വിശദാംശങ്ങൾ മിക്കവാറും പറയാറുണ്ട്. അതിന് കാരണം എന്റെ മനസ്സിലേക്ക് ഒരു കഥ വരുന്നത് ഈ മുഴുവൻ രൂപത്തോടു കൂടിയ കഥയായിട്ട് തന്നെ വരിക. അതിന്റെ സെന്റൻസുകൾ ഉൾപ്പെടെ മനസ്സിൽ ഏതാണ്ട് കുറച്ച് വന്നതിന് ശേഷമാണ് മിക്കവാറും എഴുതാറുള്ളൂ. പറഞ്ഞതിന് ശേഷം എഴുതുന്ന കഥയായതുകൊണ്ട് എനിക്കതിലൊരു കൗതുകം തോന്നാത്തതുകൊണ്ട് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഇത് കേൾക്കാത്ത ആരെയെങ്കിലും വായിക്കാൻ ഏൽപ്പിക്കുക എന്ന ഒരു സാഹസം കൂടി എന്നെ ശേഷിക്കാറുണ്ട്. മുമ്പ് പറഞ്ഞ ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഞാൻ പറയുന്ന വിശദാംശങ്ങൾ വെച്ച് വായിച്ചു പോകുമ്പോൾ ആൾക്ക് പെട്ടെന്ന് ഈ കഥ ശരിയാണ്, കുഴപ്പമില്ല എന്നുള്ളത് തരത്തിൽ തോന്നും. പക്ഷെ അതല്ലാത്ത ഒരാൾ വായിക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞതിനേക്കാൾ എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് തോന്നുന്നു. അതായത് നിങ്ങൾക്ക് തീരെ വായിക്കാത്ത ഒരാൾക്ക് ഞാനൊരു കഥ തരുമ്പോൾ നിങ്ങൾക്കത് വായിച്ച് നന്നായിട്ടുണ്ടോ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എത്തുന്നുണ്ടോ എന്ന് നിങ്ങൾക്കറിയാം. മുമ്പ് പറഞ്ഞ ഒരാൾക്കാവുമ്പോൾ ഇങ്ങനത്തെ ഒരു പ്രയാസമുണ്ട്. നോവൽ ഉൾപ്പെടെ ഇപ്പൊ നേരത്തെ ഒരു നോവലാണ് ഞാൻ എഴുതിയത്. അത് മാതൃഭൂമി പുസ്തകത്തിന്റെ നോവൽ മത്സരത്തിൽ അത് സെലക്ട് ചെയ്ത് വന്നതാണ്. മാതൃഭൂമിയിലെ ഒരു എഡിഷന് ശേഷം 4 എഡിഷൻ കഴിഞ്ഞതിന് ശേഷം ആ നോവലിന്റെ അധ്യായങ്ങളാണെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത്. അതൊരു കഥ പോലെ ചെയ്ത മെറ്റാഫിക്ഷൻ എന്നുള്ള തരത്തിലാണ് ആ നോവൽ അവതരിപ്പിച്ചത്. ഓരോ അധ്യായങ്ങളും ഓരോ കഥ പോലെ നിൽക്കുകയും അതേസമയം ഒരു നോവൽ എന്നുള്ള തരത്തിൽ നിൽക്കുകയും ചെയ്യുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കൃതി എന്ന് ഞാൻ പറയുന്ന എന്റെ എഴുത്തുകഥ
അത് ആ ഒരു നോവൽ വരും. ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ ഗ്രാമം അത് വാസ്തവത്തിൽ ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള കഥകളാൽ സമ്പന്നമാണ്. അതുകൊണ്ട് തന്നെ എന്റെ ഗ്രാമത്തിനെ പറ്റി എഴുതാനുള്ള കഥകൾ ഇനിയും ധാരാളം ശേഷിക്കുന്നുണ്ട്. ഒരു നോവൽ തന്നെ ചെറിയ ഒരു നോവൽ ഉദ്ദേശിച്ചതാണ്. 5-6 അധ്യായങ്ങളൊക്കെ എഴുതി കഴിഞ്ഞ് പിന്നെ അതവിടെ അങ്ങനെ കിടന്നു. അതിലേക്ക് വേറൊരു നോവലിൽ നിൽക്കുന്നു. അപ്പോൾ കുറച്ച് അതിലേക്ക് പോയി. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രദേശം, അതായത് ആ പ്രദേശത്തിന്റെ ഒരു 70-കൾ ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ തരത്തിൽ ഒരു കൃതി ശരിക്കും എനിക്ക് ചെയ്യേണ്ടതുണ്ട് എന്ന് ഇപ്പൊ ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. അപ്പൊ ഈ ഒരു വായനാ ദിനത്തിൽ, വായനാ ദിനം എന്ന് പറയുന്നത് ഇപ്പൊ വായനാ പക്ഷം ആയിട്ടാണ് പറയുന്നത്. പക്ഷം എന്ന് പറഞ്ഞാൽ ഇന്ന് മുതൽ അടുത്ത ജൂലൈ 7 വരെയുള്ള ഈ സമയം. ഇത് കഴിഞ്ഞ് നവംബർ മുതൽ കേരളപ്പിറവി ദിനം മുതൽ വീണ്ടും ഒരു 15 ദിവസം, ഇങ്ങനെ 2 സമയങ്ങളിലായിട്ട് ഒരു മാസം, 2 പക്ഷങ്ങളായി ഒരു മാസം എന്നുള്ള തരത്തിലാണ് സർക്കാർ തലത്തിൽ ഈ വായനയെ പരിപോഷിപ്പിക്കാനായിട്ടുള്ള ഈ യജ്ഞം നടത്തുന്നത്. പക്ഷെ അതിലുപരി വായന എന്ന് പറയുന്നത് ഇങ്ങനെ ഏതെങ്കിലും ഒരു ദിവസത്തിലേക്ക് ചുരുക്കുക, ഏതെങ്കിലും ഒരു ദിവസം ഓർമ്മിക്കാനുള്ളതാക്കുക എന്നതിനപ്പുറത്ത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റുക. ധാരാളം വായിക്കുക എന്നതിലുപരി വളരെ തെരഞ്ഞെടുത്ത ചില വായനകൾ, നേരത്തെ സൂചിപ്പിച്ചു കാര്യം, പുസ്തകങ്ങൾ വായിക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒരു നല്ല പുസ്തകം ഒരിക്കലും ഒരാളെ ചീത്തയാക്കില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ഒരു നല്ല പുസ്തകം, അത്തരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കാൻ നിങ്ങൾക്ക് ധാരാളം അവസരങ്ങൾ ഉണ്ടാകട്ടെ. ഈ വായനാ ദിനം തുടർന്നുള്ള നിങ്ങളുടെ ജീവിത രീതിയിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും വായിക്കാനുള്ള, നേരത്തെ നിങ്ങൾ സാറിന്മാർ പറഞ്ഞത് അത് വളരെ മനോഹരമായിട്ട് സംസാരിച്ചതാണ്, ആ തരത്തിൽ അതിനൊക്കെയുള്ള ഒരു അവസരമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. കണ്ണുകളി കോളേജിലെ അധ്യാപകർക്കും NSS യൂണിറ്റിലെ പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും നന്ദി. വായനയുടെ മഹത്വത്തെക്കുറിച്ചും തന്റെ അനുഭവങ്ങളും പങ്കുവെച്ചു തന്ന ബഹുമാനപ്പെട്ട സാറിന് ഒരുപാട് നന്ദി. അടുത്തതായി BCom ഡിപ്പാർട്ട്മെന്റിലെ ഗീതുവിനെ നന്ദി പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. മനസ്സ് നന്നാവട്ടെ. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, NSS പ്രോഗ്രാം ഓഫീസർ, പ്രസ്തുത പരിപാടിയിൽ പങ്കുചേർന്നിരിക്കുന്ന വിശിഷ്ടാതിഥി, എന്റെ പ്രിയ കൂട്ടുകാരെ, നന്ദി പറയുക എന്ന കർത്തവ്യം എന്നെ ഏൽപ്പിച്ചതിൽ ആദ്യമേ നന്ദി പറഞ്ഞു തുടങ്ങട്ടെ. ഇന്ന് ജൂൺ 19, വായനാ ദിനം. കാലം മാറുന്നതിനനുസൃതമായി വായനയുടെ രീതികൾ മാറിയേക്കാം. എന്നാൽ വായനയുടെ പ്രാധാന്യം ഒട്ടും കുറയുന്നില്ല. മാർഗം ഏതായാലും വായന മരിക്കുന്നില്ല. വായനയേക്കാൾ മൂർച്ചയാണ് വാക്കുകൾക്ക്. അതുകൊണ്ട് തന്നെ വാക്കുകൾ ഇടചേർത്തു വെച്ച പുസ്തകങ്ങളുടെ വായനയാണ് മനുഷ്യന്റെ മാനസിക വളർച്ചയ്ക്ക് ഏറ്റവും അനിവാര്യം. ഒരു നല്ല പുസ്തകം ഒരു മികച്ച സുഹൃത്തിന് തുല്യമാണ്. ഇന്നീ സുദിനത്തിൽ NSS PMGC യൂണിറ്റ്സ് നടത്തിപ്പോന്ന വെബിനാർ തികച്ചും മികവുറ്റതായിരുന്നു. അതുപോലെ തന്നെ പ്രദീപ് കുമാർ സാറിനെ പോലുള്ള ഒരു മികച്ച കഥാകാരനെ ഇന്നീ വേദിയിൽ നമുക്ക് പരിചയപ്പെടാനും അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെച്ച് നമ്മളെ ഓരോരുത്തരെയും വായനയുടെ ലോകത്തേക്ക് നയിച്ചത് എന്റെ പേരിലും NSSന്റെ പേരിലും ഞാൻ ആദ്യമേ നന്ദി അർപ്പിക്കുന്നു. ഇനി പ്രോഗ്രാം സംഘടിപ്പിച്ച ഞങ്ങളുടെ പ്രോഗ്രാം ഓഫീസറും സ്വാഗത പ്രസംഗം പറഞ്ഞതുമായ ശ്രീജിത്ത് സാറിനും നന്ദി പറയുന്നു. ഏതൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചാലും ഞങ്ങളുടെ കൂടെ നിന്ന് അതിനുവേണ്ട എല്ലാ പിന്തുണയും നൽകുന്ന ഞങ്ങളുടെ കോളേജ് പ്രിൻസിപ്പൽ, അധ്യക്ഷ പദവും അലങ്കരിച്ചതുമായ ഡോക്ടർ ജോജോമാർ സാറിനും ഞാൻ എന്റെ പേരിലും NSSന്റെ പേരിലും നന്ദി പറയുന്നു. NSS ഗീതം ആലപിച്ച മരിയയ്ക്കും പരിപാടി ഉടനീളം നയിച്ച് സംസാരിച്ച ശില്പയ്ക്കും നന്ദി പറയുന്നു. വെബിനാറിൽ പങ്കുചേർന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. വായനയുടെ പ്രാധാന്യത്തിന്റെയും മികവിനെ നമ്മൾ ഏവരിലേക്കും പകർന്നെത്തുന്ന PN പണിക്കർ സാറിനെ പോലുള്ള മഹത് വ്യക്തികളെ സ്മരിച്ച് നാളെയുടെ ലോകത്തേക്ക് വായനയുടെ അനിവാര്യം
നമുക്കാകും വിധം വളർത്താൻ കഴിയട്ടെ എന്നും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു ഗീതു. ഒരിക്കൽ കൂടി പ്രദീപ് സാറിന് എല്ലാവർക്കും നന്ദി പറഞ്ഞിരുന്നു. താങ്ക് യു. താങ്ക് യു. പ്രദീപ് സാർ